ചൈന വഴി നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം, ഒരു തുടക്കക്കാരന് ഈ ബിസിനസ്ക്ക് വരുമ്പോൾ എന്തൊക്കെ അറിയണം നമുക്കെന്നുള്ളത് അമൽ നോയൽ ഷാലക്. എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് വെച്ചാൽ കാലിനൊരു സർജറി പോലെ വന്നു. അപ്പം ആ ടൈമിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് വെൻഡീസ് എന്ന് പറഞ്ഞത്. നമ്മളൊരു വെൻഡിങ് മെഷീൻ. ഒരു വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് ഏകദേശം 350 തൊട്ട് 400 കിലോ വരെ ഒരു വലിയ സൈസുള്ള ഒരു മെഷീൻ വരുന്നുണ്ട്. എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം വന്ന സെയിലിൽ എല്ലാ ആൾക്കാരും ചോദിച്ചു ആ സിനിമയിൽ അങ്ങനെ കണ്ടല്ലോ, അപ്പൊ നമുക്കിത് തട്ടി നോക്കിയിട്ട് എടുത്തോണ്ട് അപ്പൊ ശരിയാ, ഇതിനിട്ട് 2 തട്ട് കെട്ടിയാൽ പ്രൊഡക്റ്റുകൾ എടുത്തോണ്ട് പോവാം. അപ്പൊ പിന്നെ ഇതിന്റെ അകത്ത് സെക്യൂരിറ്റി സേഫ്റ്റി എവിടെ? അപ്പൊ അത് നമ്മൾ ഫേസ് ചെയ്തൊരു സാധനം ആ ഒരു ടൈമില്. വരാൻ പോകുന്ന ഒരു തരംഗമായിരിക്കും ഈ പ്രോട്ടീൻ വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജിംസ് ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോട്ടീൻ വെൻഡിങ് മെഷീൻസ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി പറയാം, എന്താ വേണ്ടത്, ഏത് പ്രൊഡക്റ്റാ വേണ്ടത്. അപ്പൊ അത് നമ്മൾ ഫുൾ റിസർച്ച് ചെയ്യും, ഇവിടെ എവിടെ കിട്ടും. നമ്മൾ അവിടെ ചെന്ന് നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് ഏത് പ്രൈസ് കിട്ടിയാൽ ലാഭകരമാവും, അല്ലെ അവർക്ക് ഇപ്പൊ കിട്ടുന്ന പ്രൈസ് അത് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫ്ലിക്ലൂസീവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ എപ്പിസോഡ് ചൈന വഴി നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം, എങ്ങനെ ബെസ്റ്റ് സപ്ലൈസിന് കിട്ടാം, എങ്ങനെ നല്ല പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാം, ഒരു തുടക്കക്കാരന് ഈ ബിസിനസ്ക്ക് വരുമ്പോൾ എന്തൊക്കെ അറിയണം, അങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡ് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മുടെ ഗസ്റ്റ് എന്ന് വന്നിരിക്കുന്നത് ഫൗണ്ടേഴ്സ് ഓഫ് MXN ഗ്ലോബൽ. ഇവർ ആക്ച്വലി ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്തിട്ട് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ബിസിനസ്ക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് A to Z കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് തുടങ്ങല്ലേ? നമുക്കെന്നുള്ളത് അമൽ നോയൽ ഷാലക്. ഓക്കെ, കറക്റ്റനല്ലേ? ഓക്കെ. അപ്പം നിങ്ങളുടെ ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് നിങ്ങളെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രോ. ആരാണ് നിങ്ങൾ എന്താ ചെയ്യണത്? ഞാൻ ബിടെക് ആയിരുന്നു, മെക്കാനിക്കലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം. ബിടെക്കിലോ വലിയൊരു ഇതൊന്നും ആകാൻ പറ്റുമെന്ന് എന്നെ കൊണ്ട് അന്നേ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. അപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഫസ്റ്റില് ഞാൻ ഹോണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം, ആ ഒരു മൂഡിലാണ് ശരിക്കും ബിസിനസ്സിലോട്ട് വന്നത് തന്നെ. മനസ്സിലായി. അപ്പം അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തു. നമ്മൾ 2021 ഗവൺമെന്റ് പ്രൊജക്ടുകൾ ചെയ്യുന്ന വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട്. കമ്പനി ടെക്നോറിക്സ് എന്റർപ്രൈസസ്. ടെക്നോറിക്സ്. ഓക്കെ, അതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗവൺമെന്റിന്റെ മെക്കാനിക്കൽ പ്രൊജക്ടുകൾ, മിഷനറി മാനുഫാക്ചറിങ്, കൂടുതലും വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടുകളാണ് ചെയ്തത്. അതിലുള്ള ഫർണസുകൾ, ചിമ്മിനികൾ, അങ്ങനത്തെ പ്രൊജക്ടുകളൊക്കെ. അപ്പം നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റിൽ നമുക്ക് വലിയ സെയിലോ കാര്യങ്ങളോ ഒന്നും ആയില്ല. നമ്മൾ കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തു. നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയപ്പോൾ തന്നെ 2022 ആയപ്പോൾ വലിയൊരു ക്രൈസിസ് വന്നു. എന്ന് വെച്ചാൽ ഫണ്ട് ബ്ലോക്കായി കാര്യങ്ങൾ. അതിൽ തന്നെ കമ്പനിയുടെ ഗ്രാഫ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഗ്രാഫ് നേരെ മൈനസിലോട്ടാണ് പോയത്. 0 കഴിഞ്ഞ് മൈനസിലേക്ക് വന്നു. അപ്പം അത് ഭയങ്കര സ്ട്രഗിളിംഗ് പീരീഡ് ആയിരുന്നു. അപ്പം നമ്മൾ വലിയ പ്രൊജക്ടുകളെല്ലാം ക്ലോസ് ചെയ്ത് ചെറിയ ചെറിയ വർക്കുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ സർവൈവ് ചെയ്ത് ആ ഒരു 1 year. ഇതിലൊന്നും വരില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആരും ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ ഇവനാണ് ആദ്യം നമ്മുടെ അടുത്തുനിന്ന് ബിസിനസ്സിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ? നമ്മൾ ആക്ച്വലി ഈ പറയുന്ന പോലെ ചെറുപ്പം തൊട്ടേ ചൈൽഡ്ഹുഡ് ഓർമ്മ വെച്ച കാലം തൊട്ടേ നമ്മൾ തമ്മിൽ അറിയാവുന്ന. എന്റെ വീടിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണ് ഇവന്റെ വീട്. എല്ലാവരും നമ്മൾ ആക്ച്വലി നമ്മൾ 3 പേരല്ലാതെ വേറെ ആൾക്കാരെ ഇതിലുണ്ട്, ഈ പറയുന്ന നമ്മുടെ കൺസേൺസിലുണ്ട്. അപ്പം അതിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് എല്ലാവരും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സർക്കിളുള്ള ആൾക്കാരാണ്. ചെറുപ്പം തൊട്ടേ സൈക്കിൾ ഓടിച്ച് നടന്ന കാലം തൊട്ടേ നമുക്കറിയാവുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ നമ്മൾ ഒരു 1 year അങ്ങനെ സർവൈവ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് ഒരു 2023 വന്നപ്പോഴാണ് നമ്മൾ ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ നോക്കിയായി. പിന്നെ നമ്മള് ഈ മൈനസിൽ പോയ ഗ്രാഫിനെ വീണ്ടും 0 എത്തിച്ച് ഈ ബിസിനസ് തന്നെ ടെക്നോറിക്സ്. അപ്പം ആ 0 നിന്നും പിന്നെ ഗ്രാഫ് മേളിലേക്ക് വരാൻ തുടങ്ങി. നമ്മൾ പുതിയ 1-2 കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ആ പ്രോഡക്റ്റുകളൊക്കെ ഇറക്കി. പിന്നെ നമ്മൾ ഗവൺമെന്റിലെ ത്രൂ ഔട്ട് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഒരു കാലിനൊരു സർജറി പോലെ വന്നു. അപ്പം ഞാനപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുക. അപ്പോൾ ആ ടൈമിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് ഈ വെൻഡീസ് എന്ന് പറഞ്ഞത്. നമ്മളൊരു വെൻഡിങ് മെഷീൻസ്. ഇത് 2023 ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ വെൻഡിങ് മെഷീനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ, അപ്പം നമ്മൾ വെറുതെ ഇരിക്കുവാണല്ലോ, അപ്പോൾ ചുമ്മാ ഇങ്ങനെ തോണ്ടി ഇരുന്നപ്പം കുറേ വെൻഡിങ് മെഷീൻസ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടെ എങ്ങനെ നമ്മുടെ നാട്ടിലും നമ്മളധികം കണ്ടിട്ടില്ല ഈ സാധനം. ആ ടൈമിൽ എനിക്ക് തോന്നുന്ന ഒരു ബൂം ഉണ്ടായിരുന്നു, ഒരു വെൻഡിങ് മെഷീൻ. നമ്മൾ കുറെ റീൽസിലും ഇതിലൊക്കെ കണ്ടായിരുന്നു, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിൽ. കാരണം ചൈന, ജപ്പാൻ പോലുള്ള കൺട്രീസിലാണ് ഇവിടുന്ന് ആൾക്കാർ ചെല്ലാൻ തുടങ്ങി. അവിടെ ചെന്ന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കാണാൻ തുടങ്ങി. അപ്പോൾ അവർ പല റീൽസുകൾ, അല്ലെങ്കിൽ പറഞ്ഞ റീൽ ബൂം ഈ കൊറോണയ്ക്ക് ശേഷമാണല്ലോ ഉണ്ടായത്.
ആ ഒരു ടൈമിൽ അവിടുന്ന് വരുന്ന റീൽസുകളും കാര്യങ്ങളൊക്കെ കണ്ട് അതിൽ നിന്ന് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇതിന്റെ ഒരു വലിയ ചെയിൻ നിലവിലില്ല, അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ അമൽ ഈ ഒരു ഐഡിയ ആയിട്ട് വന്നു. തുടക്കത്തിൽ നമ്മളെല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത് എങ്ങനെ ഈ സാധനം നമുക്ക് വെൻഡിങ് മെഷീൻ എന്താണെന്ന് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, അപ്പൊ ഇത് എവിടുന്ന് സോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഈ സാധനം എങ്ങനെ നമ്മൾ സാധനം മാനുഫാക്ചർ ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നിന്നപ്പോൾ നമ്മൾ മാനുഫാക്ചറേഴ്സിനെ തപ്പാൻ തുടങ്ങി. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലായിട്ടുള്ള പല മാനുഫാക്ചറേഴ്സ്, വളരെ വിരലെണ്ണാവുന്ന മാനുഫാക്ചറേഴ്സ് ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് നമ്മൾ പോയി തപ്പിയെടുത്ത് 2-3 പേരുമായിട്ട് കണക്ട് ആയി നമ്മൾ ഇന്ത്യയിൽ ഈ സാധനം എങ്ങനെ ലോഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വന്നു. മെയിനായിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ട്, അതായത് കേരളം, തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റ് മാത്രമായിട്ട് നോക്കിയായിരുന്നു നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന മെഷീൻസ് നമ്മൾ ഇറക്കി ആൾക്കാരിലോട്ട് ഈ സാധനം എത്തിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പം പ്രൈസ് പോയിന്റ് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ആ സമയത്ത്. ഈ പറയുന്ന പോലെ അന്ന് ഒരു മാനുഫാക്ചർ ചെയ്ത് ഈ സാധനം ഇറക്കാനായിട്ട് ഒരു 2.5 2.7 അടുത്തൊക്കെ വരുമായിരുന്നു. 2.7 lakhs അടുത്ത് വരുമായിരുന്നു. അങ്ങനെ ഒന്നും നമ്മൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അപ്പം അതിനുശേഷം ഈ പറയുന്ന അന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, അതായത് ഒരു 30-40 ലക്ഷം രൂപ മുടക്കി ഒരു ബേക്കറി തുടങ്ങുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു വെൻഡിങ് മെഷീൻ വെച്ചുകൂടാ, അത് 2 ലക്ഷം 2.5 ലക്ഷം രൂപ വെച്ചാൽ ഈ ഒരു വെൻഡിങ് മെഷീൻ വെച്ചുകൂടാ എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ അവർക്കും ആ ഒരു ധൈര്യം ആ സമയത്ത് ഒരിക്കലും ആൾക്കാരിലോട്ട് എത്തിയില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ യങ്ങർ ആയിട്ടുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഒരു ആ സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ ഒരു പുറത്തും ഈ ടൈമിൽ വെൻഡിങ് മെഷീൻ ഫേമസ് ആയിരുന്നു വെച്ചാൽ ഇപ്പൊ ചെറിയ പ്രായത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, അത് തന്നെയായിരുന്നു. അങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതൽ സർക്കുലേറ്റ് ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ലൈക്ക് കോയിൻസ് ഇങ്ങനെ കളക്ട് ചെയ്യണ ഒരു കുട്ടി ഇത് തുടങ്ങണം, ഒരു കോയിൻസ് കളക്ട് ചെയ്യണു, 16 വയസ്സുള്ള ഒരാൾ ഓൺടർപ്രണർ ആവണു, അങ്ങനത്തെ കുറെ വീഡിയോസ് ആണ് ആ ടൈമിൽ ഇങ്ങനെ ഓടുണ്ടായിരുന്നത്. ആ ടൈമിലാണ് ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ആളുകൾ കൂടുതൽ എബ്രോഡിലോട്ട് മറ്റേ പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ഭയങ്കരമായിട്ട് ബൂമായ ആ സമയത്ത്. നേരത്തെ നമ്മൾ നാട്ടിൽ 1-2 പേര് പോകുമായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം അങ്ങ് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ ഒരു ടൈമിലെത്തി. അപ്പം ഇവരെല്ലാം അവിടെ ചെന്നിട്ട് അവിടെ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ വീഡിയോ ആയിട്ടൊക്കെ ഇറക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള ഐഡിയ ഒക്കെ കിട്ടി തുടങ്ങിയ പതിയെ. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ഇച്ചിരി കൂടെ യങ്ങറായിട്ടുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തു. യങ്ങറായിട്ടുള്ള ഓഡിയൻസിനോട് ഒരു സെൽഫ് പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് പിച്ച് ചെയ്ത് ആ ഒരു രീതിയിലാണ് നമുക്ക് ആക്ച്വലി ഫസ്റ്റ് സെയിൽ പോലും കിട്ടുന്നത്. ഇതിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ ടൈമിൽ വെൻഡീസ് തുടങ്ങിയപ്പോൾ ഞങ്ങള് 3 പേരായിരുന്നു. ഞാനുണ്ടായിരുന്നു, അമലുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അശ്വിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേറെ പാർട്ട്ണർ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ 3 പേരും കൂടെയാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി 1 വർഷത്തോളം നമ്മൾ ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ്, ഇതെന്തുകൊണ്ട് കേരളത്തിൽ ഇതിനു മുന്നേ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ, അതിന്റെ കേസ് സ്റ്റഡീസ് എല്ലാം നമ്മൾ നടത്തിയിട്ട് അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 2024 നമ്മൾ മെഷീൻസിന്റെ സെല്ലിങ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇയർ നമ്മൾ ഒരു മെഷീൻ പോലും സെല് ചെയ്തിട്ടില്ല. അപ്പോൾ മെഷീൻ നിങ്ങളായിട്ട് മെഷീൻ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും വെച്ചിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, നമ്മൾ ആ സമയത്ത് അതും ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ ശരിക്കും ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഈ പറയുന്ന ഇതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമാണല്ലോ ഇതിൽ. നമുക്കിപ്പോൾ ഒരു മെഷീൻ വെച്ചാൽ പോലും ഇതിൽ ഒന്ന് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു പോയിന്റ് ആണ്. അതുകൊണ്ട് നമ്മളും തുടക്കത്തിൽ അതിലോട്ടുള്ള ധൈര്യം നമുക്ക് കാണിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പിന്നീട് നമ്മൾ ഈ ഫസ്റ്റ് സെയിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫസ്റ്റ് മെഷീൻ വെച്ചു. കാരണം നമ്മൾ ഇത് കാണിച്ചു കൊടുത്താൽ ആൾക്കാർക്ക് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. സോ നമ്മൾ ഇതിന്റെ ട്രാക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു കോളേജിൽ ഈ മെഷീൻ വെച്ചു. ഈ കോളേജിൽ വെച്ചിട്ട് അവിടുന്ന് വരുന്ന സെയിലിന്റെ ട്രാക്ഷൻ കാണിച്ചുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഇതിനെ പിച്ച് ചെയ്യാനായിട്ട് ആൾക്കാരുടെ അടുത്ത്. നോർമൽ വെൻഡിങ് മെഷീൻ ആയിരുന്നു, നോർമൽ സ്നാക്ക് വെൻഡിങ് മെഷീൻസ് ആയിരുന്നു. ഇത് ആ ടൈമിൽ ഈ സ്നാക്ക് വെൻഡിങ് മെഷീന്റെ മാത്രം വീഡിയോസ് ആണ് സർക്കുലേറ്റ് ചെയ്തോണ്ടിരുന്നത്. കാരണം വേറെ വെൻഡിങ് മെഷീനെ പറ്റി ആരും കൺസേൺ അല്ല, അതിനെ പറ്റി വീഡിയോസും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മള് ഇത് ഈ 1 ഇയറിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ സ്ട്രഗിളിങ് ആയിരുന്നു. അതിന്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി, എന്തുകൊണ്ട് ആളുകൾ എടുക്കുന്നില്ല. ഇപ്പൊ ഷാലക്ക് പറഞ്ഞ പോലെ തന്നെ 30 ലക്ഷം മുടക്കി ഒരു ബേക്കറി തുടങ്ങാം, അല്ലെങ്കിൽ ഹോട്ടൽ തുടങ്ങാം. ഇപ്പൊ നമ്മൾ കോവിഡ് സമയത്ത് കണ്ടൊരു ട്രെൻഡാണ്, പുറത്തുനിന്ന് ആൾക്കാർ ജോലി വിട്ട് ഇവിടെ വരുന്നു, ബേക്കറി തുടങ്ങുന്നു, പൊട്ടുന്നു, വീണ്ടും തുടങ്ങുന്നു, ഈ ഒരു സാധനം. അപ്പം ആളുകൾക്ക് അത്രയും രൂപ മുടക്കി ബേക്കറി തുടങ്ങാൻ കുഴപ്പമില്ല. പക്ഷെ ഈ ചെറിയ എമൗണ്ടിൽ ഒരു വെൻഡിങ് മെഷീൻ സംഭവം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാല് പൈസ ഇടുന്നു, ഒരു സാധനം എടുക്കുന്ന ഒരു പെട്ടി. അതാണ് എല്ലാവരുടെ ഒരു മൈൻഡില്. ഈ പെട്ടിക്ക് എന്തുകൊണ്ട് 2.5 ലക്ഷം രൂപ മുടക്കണം, 3 ലക്ഷം രൂപ മുടക്കണം എന്നുള്ളതാണ് അന്നും ഈ പ്രായമുള്ളവരുടെ കൺസേൺ. മനസ്സിലായി. പക്ഷേ ഇപ്പൊ വെൻഡിങ് മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പുറത്തൊക്കെ ഓക്കെ, പുറത്തും സേഫ്റ്റി ഉണ്ടോ അറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ സേഫ്റ്റി ഒക്കെ കുറവുള്ള ഇതല്ലേ. ലൈക്ക് ഒരു വെൻഡിങ് മെഷീൻ പുറത്ത് വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക, ഈ സാധനം ആരെല്ലാം അടിച്ചുകൊണ്ട് പോകുമോ? കാരണം നമ്മുടെ നാടാണ്, ചിലപ്പോൾ ആൾക്കാർക്ക് പുതിയതാവും, ഇത് പലതരം ആൾക്കാരുണ്ടാവും. ഇതിലൊരു സംഭവം വെച്ചാൽ ഒരു വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് ഏകദേശം 350 തൊട്ട് 400 കിലോ വരെ ഒരു വലിയ സൈസുള്ള ഒരു മെഷീൻ വരുന്നുണ്ട്. സോ ഇതിനെ എടുത്തോണ്ട് പെട്ടെന്ന് പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. പിന്നെ നമ്മൾ വെക്കുന്ന മെഷീൻസ് എല്ലാം തന്നെ ഈ പറയുന്ന പോലെ ലോക്ക്ഡ് ആണ് വെക്കുക.
ഈ പറയുന്ന Locked ചെയിൻ ആയിട്ട്. ലോക്ക്ഡ് ആണ് വെക്കുക. ഓക്കെ ഓക്കെ. ഓപ്പൺ ആയിട്ടുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കോളേജുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫുട്ഫോൾ അധികമുള്ള ഒരു സ്ഥലങ്ങളിൽ അത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, എയർപോർട്ടൊക്കെ പോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ ഇതിന്റെ ടെൻഷൻ ഇല്ല. ആരും മെഷീൻ എടുത്തോണ്ട് പോവുകയല്ല, അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി. അതേസമയം നമ്മളിപ്പോൾ ഒരു റോഡ് സൈഡിൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും നമുക്ക് നോക്കി കാണാം റോഡ് സൈഡിൽ വെക്കുന്നതുണ്ട്. റോഡ് സൈഡിൽ വെക്കുന്നത് ചെയിൻഡ് ആയിട്ടാണ് നമ്മൾ വന്നാലും വെക്കുക. കാരണം ചെയിൻഡ് ആയിട്ട് വെച്ചില്ലെങ്കിൽ ഈ സാധനം എടുത്തോണ്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതെ. പിന്നെ എല്ലാ മെഷീനിലും നമ്മുടെ CCTV ഫുഡ് ക്യാമറ ഇൻസ്റ്റാൾഡ് ആണ്. സോ അത് ഓൺലൈൻ സെർവറിലോട്ട് തന്നെ നമ്മുടെ ഓരോ 6 months കൂടുമ്പം നമ്മുടെ ഈ പറയുന്ന വീഡിയോസ് ഡിലീറ്റ് ആവുന്ന രീതിയിൽ തന്നെ നമ്മുടെ സെർവറിൽ വന്ന് നമ്മുടെ എല്ലാ മെഷീൻ്റെയും വീഡിയോസ് സേവ്ഡ് ആണ്. സോ ഈ ഒരു കൺസേൺ ഇന്നത്തെ കാലത്ത് ശരിക്കും ആവശ്യമില്ലാത്തൊരു കൺസേൺ ആണ്. പക്ഷെ എന്നാലും പല ആൾക്കാർക്കും ഇതിന്റെ അല്ല, അതിന്റെ ഒരു കാര്യം പറയാം. ഈ പ്രേമാലു സിനിമ വന്നപ്പോഴാണ് ഇതിന്റെ പ്രശ്നം വന്നത്. മറ്റേ മറ്റേ മമിത അടിക്കണ. ഓക്കെ ഓക്കെ. സാധനം എടുക്കുക. അപ്പം നമ്മൾ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം വന്ന സെയിലിൽ എല്ലാ ആൾക്കാരും ചോദിച്ചു ആ സിനിമയിൽ അങ്ങനെ കണ്ടല്ലോ, അപ്പൊ നമുക്കിത് തട്ടി നോക്കിയിട്ട് എടുത്തോണ്ട്. അപ്പൊ നമ്മളതിൻ്റെ അകത്ത് പിന്നീട് ആ സിനിമയുടെ തന്നെ ഒരു ബിഹൈൻഡ് സീൻ ഒരു സാധനം വന്നായിരുന്നു, എങ്ങനെ ഇത് തട്ടി ഇടുന്ന ഉള്ളതിന്റെ. അപ്പൊ നമ്മളാൾക്കാർ ഇങ്ങനെ തട്ടിയത് വരില്ല, ഇത് ആ സിനിമയിലാണ്. ഇന്ന് ആളുകൾ കാണുമ്പോൾ ശരിയാ ഇതിനിട്ട് 2 തട്ട് കെട്ടിയാൽ പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് പോവാം. അപ്പൊ പിന്നെ ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റി സേഫ്റ്റി എവിടെ? അപ്പൊ അത് നമ്മൾ ഫേസ് ചെയ്തൊരു സാധനം ആ ടൈമില്. അല്ല, ഇതിൻ്റെ അകത്ത് ഓരോ പ്രൊഡക്ട്സും നമ്മൾ വെക്കുന്നത് ആ പ്രൊഡക്ട്സിന് പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് സിസ്റ്റം നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ തട്ടിയാലോ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ഇല്ല ഇതിൻ്റെ അകത്ത്. ടിൽ ഡേറ്റ് നിങ്ങൾ എത്ര വെൻഡിങ് മെഷീൻ വെച്ചിട്ടുണ്ടാവും? 24. ഇതിൽ ലൈക്ക് എല്ലാം ഈ നോർമൽ ഗ്രോസറി വെൻഡിങ് മെഷീൻസ് ആണോ അതോ വേറെ വെൻഡിങ് മെഷീൻസ് ഉണ്ടോ? ഇല്ല, നമുക്ക് പല പല ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് സ്നാക്ക് വെൻഡിങ് മെഷീൻസ് വരുന്നുണ്ട്, നോർമൽ നമ്മൾ കാണുന്ന മെഷീൻസ്. പിന്നെ നമുക്ക് പ്രോട്ടീൻ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. പ്രോട്ടീൻ വെൻഡിങ് മെഷീൻസ്. ഓക്കെ ഓക്കെ. പിന്നെ ആക്ച്വലി കേരളത്തിൽ ഇപ്പം വരാൻ പോകുന്ന ഒരു തരംഗമായിരിക്കും ഈ പ്രോട്ടീൻ വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജിംസ് ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോട്ടീൻ വെൻഡിങ് മെഷീൻസ്. അതായത് ഒരു ജിമ്മിൽ ഒരു നമ്മുടെ നോർമൽ വെൻഡിങ് മെഷീൻ അറിയാലോ, അതിലും കൂടെ ഇത്രയും സൈസ് വരാതെ ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് മോഡലാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ മെഷീൻ എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് വരുന്നു പല ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഷേക്സ് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് 10 to 12 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേക്സ് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ നേരെ നമ്മുടെ QR വരുന്നു, അതിൽ ഏത് ബേസ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ മിൽക്ക് ആണെങ്കിൽ മിൽക്ക്. ഈ പറയുന്ന പോലെ രണ്ട് ബേസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ടെമ്പറേച്ചറിനെ സെലക്ട് ചെയ്യാം. ഹോട്ട് ഓപ്ഷൻ വേണമെങ്കിൽ ഹോട്ട് ഓപ്ഷൻ, കോൾഡ് ഓപ്ഷൻ വേണമെങ്കിൽ കോൾഡ് ഓപ്ഷൻ. ഇത്രയും 4 കസ്റ്റമൈസേഷൻ ഉൾപ്പെടെ നമുക്ക് ഈ സംഭവം ഈ പറയുന്ന ജിമ്മുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഇപ്പൊ അടുത്ത് തന്നെ നമ്മുടെ പാലക്കാട് ഒരെണ്ണം വരുന്നുണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ ഒരെണ്ണം വരുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ കൊച്ചിയിലാണെങ്കിൽ നമ്മളിപ്പോ 2-3 പേരായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇത് ഓരോ ബ്രാൻഡ്സ് ഉണ്ടാവും, ഇപ്പോൾ മസിൽ ബ്ലേസ്, ഓൺ, അങ്ങനെ ഓരോ ബ്രാൻഡ്സ് ആവും, അത് ഓരോ ഫ്ലേവർ മാത്രം അങ്ങനെയാണ് ഒറ്റ ബ്രാൻഡിന്റെ ആണോ? അത് നമ്മൾ ഓരോ ജിമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓരോ ജിമ്മിലും അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് കാണും. അപ്പൊ അതാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അവരുടെയും കൂടെ ജിമ്മ് നടത്തുന്നവരുടെയും കൂടെ ഇൻവോൾവ്മെന്റിലായിരിക്കും. ഒരിക്കലും നമുക്ക് ജിം ഓണേഴ്സിനെ വിട്ടിട്ട് ഈ സംഭവം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ബ്രാൻഡിങ്ങിൽ ഈ പറയുന്ന പോലെ ഒരു ബ്രാൻഡിന്റെ കൊളാബറേഷനിൽ ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാൻഡിന്റെ ഓപ്ഷൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ജിമ്മിലുള്ളവർ ഒരിക്കലും ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ വെൻഡിങ് മെഷീൻ ആരും ഒന്നും വാങ്ങുകയല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മിക്സഡ് ഓഫ് ഫ്ലേവേഴ്സ് ആയിട്ട് മിക്സഡ് ഓഫ് ബ്രാൻഡ്സ് ആയിട്ട് തന്നെയാണ് നമ്മുടെ വെൻഡിങ് മെഷീൻസ് നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ നിലവിൽ ഒരു ബ്രാൻഡ്സുമായിട്ട് ഒരു കൊളാബറേഷൻ പിടിച്ചിട്ടില്ല. വെൻഡിങ് മെഷീൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെ ഇപ്പോൾ നിങ്ങളൊരു വെൻഡിങ് മെഷീൻ ഉണ്ടാക്കുന്ന ടീമിൽ നിന്ന് ഒരു ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിയത്? അത് നമ്മൾ ആദ്യമേ നമ്മൾ ഇത് എവിടുന്ന് സോഴ്സ് ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ സോഴ്സ് ചെയ്യാൻ നമ്മൾ പല പല കൺട്രീസ് നമ്മൾ സോഴ്സ് ചെയ്യാൻ നോക്കി. വെൻഡിങ് മെഷീൻ്റെ റോ മെറ്റീരിയൽസ് അക്രിലിക്സ് അല്ല, അക്രിലിക് അല്ല, ഇതിന്റെ അകത്തുള്ള ഈ മോട്ടറുകൾ, ഇതിന്റെ ഇന്റേണൽ കോമ്പോണൻസ് അങ്ങനത്തെ എല്ലാം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാനാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ആദ്യം നമ്മൾ ആലിബാബ, മെയ്ഡ് ഇൻ ചൈന അങ്ങനത്തെ സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഓരോ പ്രൊഡക്ട്സ് നമ്മൾ സോഴ്സ് ചെയ്യാൻ നോക്കുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങനൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ലൈക്ക് വെൻഡിങ് മെഷീൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്തുനിന്ന് സോഴ്സ് ചെയ്തു, അങ്ങനെ ചൈന വഴിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നെ കൂടുതൽ നോക്കാൻ തുടങ്ങിയത്. ഈ പറയുന്ന പോലെ വെൻഡിങ് മെഷീൻസ് പുറത്തുനിന്ന് ഇറക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങി. കാരണം ഇന്ത്യയിലെ മാനുഫാക്ചറിങ് കോസ്റ്റിനെക്കാട്ടും കുറച്ചും കൂടെ ലാഭകരമായിട്ട് നമുക്ക് പുറത്തുനിന്ന് മെഷീൻസ് ഇറക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്ക് ഇൻ 24 ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. ചിന്തിച്ചിട്ട് നമ്മൾ ഈ മെഷീൻസ് പുറത്തുനിന്ന് ഇറക്കുന്നതിനെ പറ്റി ഉള്ള എല്ലാ സ്റ്റഡിയും നമ്മൾ നടത്തി. അപ്പോൾ നമുക്ക് അന്ന് മനസ്സിലായ കാര്യം വെച്ചാൽ കുറേ പ്രോഡക്ട്സുകൾ നമുക്ക് ഇറക്കാനായിട്ട് ഇവിടെ കുറച്ച് സർട്ടിഫിക്കേഷൻസിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണം BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതിന്റെ സർട്ടിഫിക്കേഷനൊക്കെ പല ഇലക്ട്രോണിക്സ് ഐറ്റത്തിനും വേണം. ഒരു 99% ഇലക്ട്രോണിക്സ് ഐറ്റത്തിനും വേണം.
അപ്പം നമുക്ക് BIS-ന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഇതിനെ എന്തുകൊണ്ട് പാർട്സ് ആയിട്ട് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അസംബിൾ ചെയ്തുവിടാൻ നമ്മൾ നോക്കി. അങ്ങനെ നമ്മൾ പല പാർട്സ് ആയിട്ട് സോഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പതിയെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് സ്റ്റെപ്പ് ഇൻ ആയത്. നിങ്ങളുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സോഴ്സ് ചെയ്ത് മെല്ലെ മെല്ലെ തുടങ്ങി. നമ്മുടെ തന്നെ ആവശ്യത്തിന് നമ്മൾ ഇതിലോട്ട് സോഴ്സിംഗിലോട്ട് വന്നു. സോഴ്സിംഗിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചൈനയിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ അറിഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ഫ്രണ്ട്സുകളൊക്കെ നമ്മുടെ അടുത്ത് ഇന്ന പ്രോഡക്റ്റ് ഇറക്കി തരാമോ, ഇന്ന സാധനം ഇറക്കി തരാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്നത് ഓരോരുത്തർക്ക് വേണ്ടി സോഴ്സ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇതൊക്കെ ഇറങ്ങി. അത് വന്ന സമയത്താണ് ഇപ്പൊ ശാലക്കിന് വന്നൊരു ഐഡിയ ആണ് മെയ്സണെക്സ് എന്ന് പറഞ്ഞത്. മെയ്സണെക്സ് ഓക്കെ, അതെന്താണ്? അതെ എന്നെക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ ശാലക്കിനാണ്. അവനാണ് ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മൾ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, റീറ്റെയിൽ മാർക്കറ്റിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. കാരണം അൺഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന റീറ്റെയിൽ ഇപ്പൊ ഇത് അത് തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ബാക്ക് ഇൻ 2024 ആ ഒരു ടൈമിൽ ഇത് അത്രയും അങ്ങോട്ട് ഇത് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചൂസ് ചെയ്തത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസ് മാർക്കറ്റിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക നമ്മുടെ ഇനിഷ്യൽ ഐഡിയ എന്ന് പറയുന്നത്. സോ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് മാർക്കറ്റിലോട്ട് ഈ പറയുന്ന പോലെ തന്നെ ഒരു നെറ്റ്വർക്ക്, ഡീലർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. സാധാരണ ഡാർക്ക് സ്റ്റോർ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതിന് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് വേറെ രീതിയിൽ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഐഡിയ. ബട്ട് ടു ബി ഹോണസ്റ്റ് അത് എവിടെ എത്തിയിട്ടില്ല നിലവിലിപ്പം. പക്ഷെ ആ കമ്പനിയാണ് ഇന്ന് MXN ഗ്ലോബലായിട്ട് വളർന്നു നിൽക്കുന്നത്. കാരണം അതാണ് ഇന്ന് സോഴ്സിംഗ് ചെയ്യുന്ന നമ്മുടെ MXN ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനി. ആക്ച്വലി മെയ്സണെക്സ് എന്ന് പറഞ്ഞ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. മെയ്സണെക്സ് ആണ് അപ്പോൾ ആക്ച്വലി ഗ്ലോബൽ സോഴ്സിംഗ് ചെയ്യണത്. ചൈന വഴി പ്രോഡക്റ്റ് സോഴ്സ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് നമുക്ക് അലോക്കേറ്റ് കൊടുക്കുന്നത്. വെൻഡീസ് എന്ന് പറയുന്ന കമ്പനി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ മനസ്സിലായി. വെൻഡീസിൽ നമ്മൾ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വെൻഡീസ് നമ്മളെ മെയ്സണെക്സുമായിട്ട് ഇങ്ങനെ വന്നപ്പം ഉണ്ടായ ഒരു സംഭവമാണ് ഈ MXN ഗ്ലോബൽ. അങ്ങനെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ട് നമുക്ക് തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നോക്കി എന്നാൽ ഇങ്ങനെ നമ്മൾ കണക്ട് ആകുന്ന ആൾക്കാർ ഇത് ഇപ്പോൾ ഇവൻ മെയ്സണെക്സിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ ഓരോ ഫീൽഡിൽ ഇങ്ങനെ ഓരോ കടക്കാരെയൊക്കെ കണ്ടു വന്നപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറയുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഇതുപോലെ ഞങ്ങൾ സോഴ്സ് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സെയിൽ നടന്നു. എന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ ഓരോ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതിൽ നിന്നാണ് നമ്മൾ ഈ മെയ്സണെക്സിൽ നിന്ന് MXN ഗ്ലോബൽ, മെയ്സണെക്സിൻ്റെ ഒരു സബ് ഡിവിഷൻ പോലെ മെയ്സണെക്സ് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു സോഴ്സിങ് ഒരു ഫേമായിട്ട് നമ്മൾ വന്നത്. മനസ്സിലായി. ഇപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 2021 അവരൊറ്റയ്ക്ക് ടെക്നോറിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിങ്ങനെ റൺ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം നിങ്ങൾ എല്ലാവരും കൂട്ടി ചിലപ്പോൾ ഒരു വെൻഡീസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇത് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. ഒരു വെൻഡിങ് മെഷീൻ്റെ ഒരു ബിസിനസ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുമ്പോൾ ഇനിയും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് നാട്ടിൽ കുറേ ആൾക്കാർക്ക് ആവശ്യമുണ്ട് മനസ്സിലായി. അപ്പോൾ സോഴ്സിങ്ങിൻ്റെ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യായിരിച്ചു. അങ്ങനെ മെയ്സണെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനല്ലേ കറക്റ്റല്ലേ? ഓക്കെ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ മെയിൻ അജണ്ടയ്ക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചൈന വഴി സോഴ്സ് ചെയ്തിട്ടുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ബിസിനസ് എനിക്കൊരു കാര്യങ്ങളും അറിയില്ല. അപ്പോൾ A to Z കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഈ സെക്ഷനിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതിൽ എങ്ങനെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ബെസ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് ചൂസിംഗിൽ ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി പറയുന്നതല്ല, അത് ഇൻഡിവിജ്വലി ആൾക്കാർക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാന്നുള്ള ഒരു പ്രോഡക്റ്റിനെ നമുക്ക് കണ്ടുപിടിച്ച ഒരാളുടെ കയ്യിൽ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാലും ലൈക്ക് ഇപ്പോൾ ചൈന വഴി സോഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇന്ന പ്രോഡക്ട്സ് നമുക്ക് എളുപ്പമാണ്, ഇന്ന പ്രോഡക്ട്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് സോഴ്സ് ചെയ്യാൻ. നമുക്ക് എല്ലാ പ്രോഡക്റ്റുകളും ചൈനയിൽ നടക്കുന്നത് ഒരിക്കലും നിർബന്ധമില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന്റെ പല പ്രൊമോഷൻസ് കാരണം മാനുഫാക്ചറിംഗ് സെക്ടർ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിന്റെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും ചൈന മാർക്കറ്റിലും കിട്ടാൻ പോകുന്നില്ല. സോ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് ഇന്ത്യ കിട്ടുമെന്ന് ആദ്യം നോക്കുക. ഇന്ത്യയിൽ നിന്ന് ഈ പ്രോഡക്റ്റ് സോഴ്സ് ചെയ്ത് ഇന്ത്യയിലെ പ്രൈസും കാര്യങ്ങളും മനസ്സിലാക്കി അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഒന്ന് പഠിക്കുക. കാരണം ഇന്ത്യയിൽ നിന്ന് ഈ പ്രോഡക്റ്റ് നമ്മൾ എടുത്ത ഇതിന്റെ മാർക്കറ്റിൽ ഒന്ന് ഒരു ചെറിയൊരു ട്രയൽ റൺ പോലെ നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ പ്രോഡക്റ്റ് ഇവിടെ വിറ്റ് പോകും. ആദ്യം ഇന്ത്യയിൽ തന്നെ സോഴ്സ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സംഭവം പ്രോഡക്റ്റിന് ഇവിടെ മാർക്കറ്റ് ഉണ്ടോ എന്ന് ആദ്യം പഠിക്കണമല്ലോ. കാരണം ചൈനയിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഒരു 2 സാമ്പിൾ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതിലും ഈസി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ സംഭവത്തിന്റെ ഒരു മാർക്കറ്റ് പഠിക്കാൻ പറ്റും. ഇതിന്റെ മാർക്കറ്റ് പഠിച്ച് ഇതിന്റെ മാർക്കറ്റ് സക്സസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ദെൻ
നിങ്ങൾ ചൈനയിലെ പ്രൈസിങ് പഠിക്കുക. എപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ചൈനയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ 100 രൂപ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഈ സാധനം ചൈന ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അലിബാബയും മെയ്ഡ് ഇൻ ചൈനയ്ക്ക് ആയിരിക്കുമല്ലോ എല്ലാവരും നോക്കുക. ഇതിൽ നോക്കുമ്പോൾ ഒരു 40 രൂപ 50 രൂപ കാണും. ഈ 40 രൂപ 50 രൂപ അവിടുത്തെ മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമാണ്. അവരുടെ ഫാക്ടറിയിൽ നിന്ന് വെക്കുന്ന അല്ലെ അവരുടെ FOB കോസ്റ്റ് മാത്രമാണ് ഈ പറയുന്ന 40 രൂപ എന്ന് പറയുന്നത്. മനസ്സിലായി. ഈ സാധനം അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് എത്താനായിട്ട് എയർ കാർഗോ ഏകദേശം 300 to 1000 rupees per kilogram കോസ്റ്റ് ഉണ്ട്. പ്രൊഡക്ട്സിനേക്കാൾ കൂടുതലായിട്ട് ഷിപ്പിംഗ് വരും, ഷിപ്പിംഗിൽ വരും ചില സാഹചര്യങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഇപ്പൊ നമ്മൾ റീൽസ് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് ചൈന, അല്ലെ ചൈന സോഴ്സ് ചെയ്യാൻ, ചൈനയിൽ പോയി നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യമേ പോകേണ്ടത് ചൈനയിലേക്കല്ല. നമ്മൾ സോഴ്സ് ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവരെ ഒന്ന് അഡ്വൈസ് ചെയ്യും ആദ്യം ഡൊമസ്റ്റിക് ആയിട്ടൊന്ന് മാർക്കറ്റ് പഠിക്കുക. അത് തന്നെ മനസ്സിലായി. മാർക്കറ്റ് പഠിച്ച് ഞാൻ കോസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ചൈനയിൽ ഇപ്പൊ 40 രൂപ ഇതിലോട്ട് പ്ലസ് എയർ കാർഗോയുടെ റേറ്റ് അല്ലെങ്കിൽ സീ കാർഗോയുടെ റേറ്റ് വരുന്നു, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് വരുന്നു. കാരണം തുടക്കത്തിൽ എടുക്കുന്ന ആൾക്കാർ ഒരു ഫുൾ കണ്ടെയ്നർ ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല. ഓക്കെ, ഈ ഒരു റേറ്റ് വരുന്നു, ഇതിന്റെ കാർഗോയുടെ ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് വരുന്നു. ഈ ട്രാൻസ്പോർട്ടേഷന്റെ റേറ്റ് കൂടാതെ ഇന്ത്യയിലോട്ട് വരുന്ന എല്ലാ പ്രോഡക്റ്റിനും ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി 10% തൊട്ട് 10% അല്ല, അതിലും ചെറിയ കുറവുണ്ട്. 5%, 10%. ചില പ്രോഡക്റ്റിന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട്, പേപ്പറൊക്കെ പോലത്തെ പ്രോഡക്റ്റുകൾക്ക് ഡ്യൂട്ടി ഇല്ല. മനസ്സിലായി. അപ്പം പ്രോഡക്റ്റ് വൈസ് ഇതിന്റെ HS കോഡ് വൈസ് ഇതിന്റെ ഒരു ഡ്യൂട്ടി ഉണ്ട്. കസ്റ്റംസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയ ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് കാണാം എത്രയാണ് ഈ പ്രോഡക്റ്റിന്റെ ഡ്യൂട്ടി എന്നുള്ള. HS കോഡ് അടിച്ചു കൊടുത്താൽ മതി. മനസ്സിലായി. ഈ ഡ്യൂട്ടി വരും. ഇപ്പൊ 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന്റെ 10% ഡ്യൂട്ടി ആണെങ്കിൽ 1100 രൂപയായല്ലോ. ഈ 1100 രൂപയുടെ കൂടെ 18% GST വരും, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു GST വരും. സോ 1000 രൂപയ്ക്ക് നമ്മൾ കണ്ട പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാനായിട്ട് തന്നെ നമുക്ക് വേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് 1200 രൂപ പ്രോഡക്റ്റ് വാല്യൂ വന്നു. ഈ പ്രോഡക്റ്റ് വാല്യൂവിന്റെ കൂടെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ നോക്കിയാൽ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ലാഭകരമായിരിക്കും. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് ചില പ്രോഡക്റ്റുകളൊക്കെ നല്ല ലാഭം ഉണ്ട്, ഇല്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്ത് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യാൻ. കാരണം ഇതിലെ ചാർജസ് എല്ലാം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ. മനസ്സിലായി. അപ്പോൾ ആദ്യം ഡൊമസ്റ്റിക് ഒന്ന് പഠിക്കുക, എന്നിട്ട് മനസ്സിലായി. ഇപ്പോൾ കാൻഡൻ ഫെയർ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കൊടുക്കുന്ന ഒരു അഡ്വൈസാണ് കാൻഡൻ ഫെയർക്ക് പോവുക, അവിടുന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. ശരിക്കും കാൻഡൻ ഫെയർ പോയാൽ അങ്ങനെ ഒരു ഇത് കിട്ടും, അത് മൊത്തം ഹൈപ്പാണോ? ശരിക്കും കാര്യമുണ്ടോ നമ്മൾ കാൻഡൻ ഫെയർ പോണത്? ആക്ച്വലി അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാം. നമ്മൾ ഇവിടെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല പ്രോഡക്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ബാക്ക് ഇൻ 2022 തൊട്ട് ആൾക്കാരെ ഹാൻഡ് ഫാനുകളൊക്കെ കാണാൻ തുടങ്ങിയത് ഈ ചൈനയിൽ നിന്ന് വരുന്ന സാധനമാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ആരും കയ്യിലിട്ട് ഫാൻ വീശുന്ന പരിപാടിയൊന്നുമില്ലായിരുന്നു. ആ ഒരു ടൈമുകളിൽ തൊട്ട് തന്നെ, അതായത് പണ്ട് തൊട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ ന്യൂ പ്രോഡക്ട്സുകൾ നമുക്ക് ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നത് ഈ കാൻഡൻ ഫെയർ പോലത്തെ ട്രേഡ് ഫെയറുകളിൽ നിന്നാണ്. പിന്നെ ആക്ച്വലി കാൻഡൻ ഫെയറിന് പോയാൽ ഉപകാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ പ്രോഡക്റ്റ്. കാരണം നമുക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു പുതിയ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ പോകുന്ന ഒരാൾക്ക് ഓഫ് കോഴ്സ് നല്ല ഹെൽപ്ഫുൾ ആണ്. ഇനിയിപ്പോൾ അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അറിയാം, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അറിയാം, നിങ്ങൾക്ക് ഇന്ന പ്രോഡക്റ്റ് ആണ് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗ്ലാസ്, ഓക്കെ, ഗ്ലാസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, വെറും ഫ്ലോട്ട് ഗ്ലാസ്. ഈ ഗ്ലാസ് നിങ്ങൾക്ക് അറിയാം, ഇന്ന ഗ്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അത് സോഴ്സ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും കാൻഡൻ ഫെയറിന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടുത്തെ സപ്ലയർ ലിസ്റ്റ് എടുത്ത് സപ്ലയറുമായിട്ട് ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്താൽ മതി. അതിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ഫെയറിന് പോകേണ്ട ആവശ്യമില്ല. ഫെയർ കൂടുതലായിട്ടും എനിക്ക് നമുക്ക് മനസ്സിലായത്, ഇപ്പം നിലവിലൊരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക്, അല്ലെ വേറെ എന്തെങ്കിലും ബിസിനസ് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ അവർക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പൈസയൊക്കെ മുടക്കി കാൻഡൻ ഫെയർ ഒക്കെ പോയി അവിടെ നിന്ന് പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് കണ്ട് മനസ്സിലാക്കി, കുറെ സാമ്പിൾസ് ഒക്കെ നോക്കി, അങ്ങനെ വീണ്ടും ഒരു ഓൾറെഡി ഒരു പ്രോഡക്റ്റ് ഉള്ള ആൾക്ക് തന്നെ ബെറ്റർ ആക്കാനായിട്ടാണ് നമ്മൾ ഫെയർസ് സജസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ പോയി ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ചെയ്യുന്നത് മീൻസ് നിങ്ങൾക്ക് ഒരു ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്കിൽ ഡോണ്ട് ഗോ ഫോർ കാൻഡൻ ഫെയർ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡൊമസ്റ്റിക് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ പുറത്ത് സോഴ്സ് ചെയ്യാം. ഓക്കെ, പുറത്ത് ചൈന സോഴ്സ് ചെയ്യാം. ചാർജസും അവെയർ ആയിരിക്കണം. ഓക്കെ, എല്ലാ ചാർജുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ചൈന നോക്കുക. ഈവൻ നമ്മുടെ ഈ പറയുന്ന പ്രോഡക്റ്റ് കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വരെ ചാർജുകളുണ്ട്. ഓക്കെ, എല്ലാ ചാർജുകളെയും പറ്റി നമ്മൾ ഭയങ്കര അവെയർ ആയിരിക്കണം. ആ ചാർജുകളെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയുടെ സാധനം 40 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് പോയി വാങ്ങിക്കാൻ നിൽക്കരുത്. അവിടെ വരുന്ന ചാർജുകളും കൂടെ നിങ്ങൾ അവെയർ ആയിരിക്കണം. മനസ്സിലായി. അല്ല, അവിടെയാണ് ഈ വീഡിയോസിന്റെ അകത്തു നിന്നൊക്കെയുള്ള ഒരു ഇത് എന്ന് വെച്ചാൽ ആളുകൾ മെയിനായിട്ട് ചൈനയിലെ വീഡിയോ കാണുമ്പോൾ ചൈനയിലെ ആളുകൾ ഇങ്ങനെ ഇതിന് ഇത്ര ഡോളറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ഇപ്പൊ ശാലക ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടിലൊരു 100 രൂപയുള്ള സാധനത്തിന് ചിലപ്പോൾ അവിടെ 20 രൂപ എന്ന് കാണിക്കും. അപ്പം നമ്മൾ ആളുകള് ഇത് മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിലായി. ഷിപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും അതിന്റെ ഡബിൾ കോസ്റ്റ് ആവും, ടാക്സ്, ഡ്യൂട്ടി, ബാക്കി കാര്യങ്ങളെ പറ്റി ഒന്നും ആ വീഡിയോയിൽ കാണില്ല. മനസ്സിലായി. അപ്പൊ ഇത് കണ്ടിട്ടാണ് ഓക്കെ 100 രൂപയ്ക്ക് നാട്ടിൽ കിട്ടുന്ന സാധനം എനിക്ക് അവിടുന്ന് 20 രൂപയ്ക്ക് എടുക്കാം, 80 രൂപ ലാഭം.
ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിലോ ആ ഒരു മൂഡിലോ ആൾക്കാർ വരാൻ പാടില്ല. മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് നോക്കി. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ അജണ്ട ചൈന വഴി സോഴ്സ് ചെയ്യലായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചൈന തന്നെ സോഴ്സ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡായി. ഡൊമസ്റ്റിക് നോക്കിയിട്ട് എനിക്ക് വർക്കായില്ല. ചൈന വഴി തന്നെ സോഴ്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ചൈന വഴി സോഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ന പ്രോഡക്ട്സ്, ഇപ്പോൾ തുടക്കക്കാരനാണ് ഞാൻ, ഇന്ന പ്രോഡക്ട്സ് പെട്ടെന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ലൈക്ക് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ചിലപ്പോൾ സോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, വേറെ എക്സ്ട്രാ കോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടായിരിക്കും. സോഴ്സിംഗിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ സാധനം ഇറക്കുന്നതിലാണ് ബുദ്ധിമുട്ടിരിക്കുന്നത്. കാരണം പല സർട്ടിഫിക്കേഷൻസ് വരും. ഈ BIS സർട്ടിഫിക്കേഷൻസ് ഒക്കെ വേണ്ടിയ പ്രോഡക്റ്റുകൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇറക്കാനായിട്ട് അത്ര ഈസി അല്ല. പല പോർട്ടുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് ലോഫുള്ളി ഇറക്കാനായിട്ട് പാടാണ്. മനസ്സിലായി. ഓക്കെ, ഇലക്ട്രോണിക് പ്രോഡക്ട്സ് പല BIS വേണ്ട പ്രോഡക്റ്റുകൾ ലോഫുള്ളി ഇറക്കാനായിട്ട് പാടാണ്. BIS വേണ്ടാത്ത പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ വരുന്ന പ്രോഡക്റ്റുകൾ ഒന്നാണ് അക്രിലിക് ഷീറ്റ്. അതിന് BIS-ന്റെ ആവശ്യമില്ല. ഇപ്പൊ ഗ്ലാസ്, റോ മെറ്റീരിയൽ രീതിയിലുള്ള പല പ്രോഡക്റ്റുകൾക്കും BIS-ന്റെ ആവശ്യമില്ല. അപ്പോൾ BIS ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ BIS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. BIS ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ ഇറക്കിക്കൊണ്ട് കസ്റ്റംസ് സ്റ്റക്കായി കിടക്കും. ഒരു ഫുൾ കണ്ടെയ്നർ ഒക്കെ വരുന്നെങ്കിൽ ആ ഫുൾ കണ്ടെയ്നർ അവിടെ കിടക്കും. നമ്മൾ ഈ സാധനം പിന്നെ എടുക്കാനായിട്ട് BIS എന്ന് പറയുന്നത് ഈസിലി കിട്ടാവുന്ന സർട്ടിഫിക്കേഷനോ അല്ല. കാരണം അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു പ്രോഡക്റ്റിന് ഇപ്പം നിങ്ങൾക്ക് BIS വേണമെങ്കിൽ ആ പ്രോഡക്റ്റ് ഫോറിനിൽ എവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോറിൻ മാനുഫാക്ചർ സർട്ടിഫിക്കേഷൻ സ്കീം ഉണ്ട്, FMCS എന്ന് പറഞ്ഞത്. ആ സ്കീമിൽ നിങ്ങൾ ഈ പറയുന്ന പ്രോഡക്റ്റ് അവിടുത്തെ ആ മാനുഫാക്ചറർ ഇന്ത്യയിലെ BIS-ലോട്ട് അപ്ലൈ ചെയ്യണം, അവരുടെ BIS-ന് വേണ്ടി. അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് വേണം. അതിപ്പോൾ നിങ്ങളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ പ്രോഡക്റ്റിന് അവർ അപ്ലൈ ചെയ്തിട്ട് അവരുടെ ഇവിടുന്ന് BIS-ന്ന് അവരുടെ ഫാക്ടറി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ അവിടെ ചെല്ലും. അവർ ഫാക്ടറി ഇവാലുവേറ്റ് ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ BIS സർട്ടിഫിക്കേഷൻ കൊടുക്കുമെന്നിരിക്കട്ടെ, കിട്ടിയെന്നിരിക്കട്ടെ. കിട്ടിയാൽ പോലും ഏകദേശം $10,000 ഒരു ഡിപ്പോസിറ്റ് വരുന്നുണ്ട്. $10,000 10 ലക്ഷം രൂപയായി. ഒരു സിമ്പിൾ പ്രോഡക്റ്റിന് വേണ്ടി 10 ലക്ഷം രൂപ ഇവിടെ BIS ഡിപ്പോസിറ്റ് വരുന്നുണ്ട്. ആ ഡിപ്പോസിറ്റും പ്ലസ് ഈ പറയുന്ന എല്ലാ ചാർജസും കൂടെ വരുന്ന കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു 20 lakhs വരെ ആവാം. നമുക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റ് BIS ആവശ്യമുള്ള പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യാൻ 20 lakhs അതിന് മേലോട്ടും പോവാം കേട്ടോ. അത് എടുക്കുന്ന പ്രോഡക്റ്റ് അനുസരിച്ചിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ. നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്കിപ്പോൾ വേണ്ട BIS ആവശ്യമുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്ക് റോ മെറ്റീരിയൽ അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ എടുക്കാം, നമ്മൾ ഒരു മാട്രസ് ഇതിൽ വരുന്നതാണോ? മാട്രസ് വേണ്ട, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എടുക്കാനായിട്ട് സ്റ്റീൽ എടുത്തോ. സ്റ്റീൽ അതിന് BIS ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഓക്കെ. BIS ആവശ്യമുള്ളത് സ്റ്റീൽ. എത്ര ടൈം എടുക്കും ഈ BIS-ന്റെ പ്രൊസീജിയർ മൊത്തം തീരാൻ? ടൈം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഗവൺമെന്റിന്റെ ആള് അവിടെ ചെന്ന് ഈ സാധനം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവരെ നമുക്ക് ഒരിക്കലും കയറ്റിവിടാൻ പറ്റിയല്ലോ ഇവിടുന്ന് അങ്ങോട്ട്. അവർക്ക് അവരുടെ സമയം പോലെ അവരെടുക്കുന്ന ടൈം പോലെ തന്നെ നമുക്ക് ഒരു ഫിക്സഡ് ടൈം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പല ആൾക്കാരും 6 months 1 year എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കതൊരു ഗ്യാരണ്ടി ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എടുക്കുന്ന ടൈം അതനുസരിച്ചുള്ള ടൈം എടുക്കും. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ സാധനമാണ് ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത്. ഫസ്റ്റ് തന്നെ അത് ചെയ്യണോ ഈ BIS-ന്റെ പ്രൊസീജിയർ ഫസ്റ്റ് തന്നെ ചെയ്യണം? അതോ ഷിപ്പിംഗ് ടൈമിൽ ചെയ്താൽ മതി? ചെയ്യില്ല. നമ്മൾ ഫസ്റ്റ് BIS എടുത്തിട്ട് വേണം ഈ സാധനം. നമ്മൾ ആദ്യം സാമ്പിൾ സോഴ്സ് ചെയ്യുക, സാമ്പിൾ വെരിഫൈ ചെയ്യുക, ഓക്കെ ആണെന്ന് സോഴ്സ് ചെയ്യുക, ഓക്കെ ആണെന്ന് നമ്മൾ ആ സംഭവത്തിന്റെ സാമ്പിൾ ഓക്കെ ആണെന്ന് നമുക്ക് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാനുഫാക്ചറർ നമ്മൾ ഫിക്സ് ചെയ്തു. ഇത് ആക്ച്വലി സ്റ്റാർട്ടേഴ്സിന് പറ്റുന്ന ഒരു പരിപാടി അല്ല BIS എന്ന് പറയുന്നത്. ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾ ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് BIS എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി അത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാലോചിക്കണം നമ്മൾ. അതായത് സ്റ്റാർട്ടേഴ്സിന് പറ്റിയ പരിപാടി അല്ല ഇങ്ങനത്തെ സോഴ്സ് ചെയ്യണത്. അതെ, BIS വേണ്ട പ്രോഡക്റ്റ് സ്റ്റാർട്ടേഴ്സിന് പറ്റിയ പരിപാടി അല്ലെന്ന് നമ്മൾ ലോഫുള്ളി ഇന്ത്യയിൽ ഇറക്കാനായിട്ട് സ്റ്റാർട്ടേഴ്സിന് നല്ല പാടായിരിക്കും. അല്ലെ പിന്നെ നമ്മൾ BIS നിലവിൽ എടുത്തിട്ടുള്ള കമ്പനികളെ കണ്ടുപിടിക്കണം. അത് സോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാനവിടെ പോയി എനിക്ക് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യണം. എങ്ങനെ ഇപ്പോൾ നല്ലൊരു സപ്ലയർ കണ്ടുപിടിക്കുക? നമുക്ക് പോയിട്ടാണോ അതോ ഇവിടെ നിന്ന് ഒരാൾക്ക്? ഞാൻ അവിടെ പോയി. ഈ കേസിൽ ഞാൻ ഒറ്റക്കെല്ലാം ചെയ്യണത്. ഞാനായിട്ട് ഇപ്പോൾ അവിടെ പോയിക്കാണ്, എന്നിട്ട് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യണം. എങ്ങനെ ഇപ്പോൾ ബെസ്റ്റ് സപ്ലയർ ഞാൻ കണ്ടുപിടിക്കാം? അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഫെയർ തന്നെ പോകുന്നതല്ല നല്ലത്. അങ്ങനെ ഇപ്പോൾ പോവാനായിട്ട് നിങ്ങൾ ഓൾറെഡി ഫിക്സ്ഡ് ആയി. എന്തായാലും അഫ്സൽ പോകാനായിട്ട് ഫിക്സ്ഡ് ആകുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഫെയറിന് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ പോയി പല സപ്ലൈസിനെ സെയിം പ്രൊഡക്റ്റ് തന്നെ പല സപ്ലൈസിനെ ഒരു ഒറ്റ വിൻഡോയിൽ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ പിന്നെ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ എ ഫെയർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ലൈക്ക് അവിടെ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് കമ്പനീസും ഉണ്ടാവും, ട്രേഡിംഗ് കമ്പനീസും ഉണ്ടാവും. നമുക്കിപ്പോൾ ഏറ്റവും ബെറ്റർ മാനുഫാക്ചറിംഗ് കമ്പനീസിൻ്റെ അടുത്ത് നിൽക്കണം അല്ലേ? ഇതെങ്ങനെ ഇപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും? ചില ട്രേഡിംഗ് കമ്പനീസും ചില മാനുഫാക്ചറിംഗ് കമ്പനീസും എങ്ങനെ മനസ്സിലാക്കുക? പക്ഷേ മാനുഫാക്ചറിംഗ് കമ്പനീസിനുള്ള പ്രശ്നം ഞാൻ പറയാം, മാനുഫാക്ചറിംഗ് കമ്പനീസിന്റെ MOQ ചിലപ്പോൾ കൂടുതലായിരിക്കും. അതേസമയം ട്രേഡിംഗ് കമ്പനീസ് ആണെങ്കിൽ കുറച്ചും കൂടി ചെറിയ MOQs നമുക്ക് തരും. സോ അതൊരു ഡിറ്റർമിനിങ് ഫാക്ടർ ആണ് നമുക്ക് ഇതിൽ. പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. അതെ.
നമ്മളിപ്പോൾ സംസാരിച്ചത് ഞാൻ ചൈന പോയിട്ട് ഞാനായിട്ട് സോഴ്സ് ചെയ്യണതാ. ഞാൻ കേരളത്തിൽ ഇരുന്നിട്ട് തന്നെ എനിക്ക് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ, എന്തൊക്കെയാണ് ചെയ്യണം? ആദ്യമേ നമുക്ക് മെയിൻലി നമ്മുടെ കയ്യിലുള്ള സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിബാബ മെയ്ഡ് ഇൻ ചൈന ആണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾക്ക് കുറേ അധികം ഇങ്ങനെ ട്രേഡേഴ്സിനെയും മാനുഫാക്ചേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. അലിബാബ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന, അതേപോലത്തെ വെബ്സൈറ്റ്. അലി എക്സ്പ്രസ് അങ്ങനെ അലിഎക്സ്പ്രസ് വേറെ വേറെയാണ്. നമുക്ക് ഈ പറയുന്ന പോലെ അലിബാബ അല്ലെങ്കിൽ ഈ മെയ്ഡ് ഇൻ ചൈന ഒക്കെ പോലത്തെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് ഒരാൾക്ക് കോമൺലി അറിയാവുന്ന ഒരു പേര് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൽ നിന്ന് നമുക്ക് ലിസ്റ്റ് ഓഫ് മാനുഫാക്ചേഴ്സിനെയും ഈ ട്രേഡേഴ്സിനെയും നമുക്ക് കിട്ടും. അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് അവരുടെ കോൺടാക്ട് നമ്പർ മേടിക്കാം. ഒന്നെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ വിചാറ്റ് പോലത്തെ അതിൻ്റെ അകത്തേക്ക് അവരുടെ കോൺടാക്ട് നമ്പർ മേടിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തോടെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ്, ബാങ്ക് അഡ്രസ്സ്, കാര്യങ്ങൾ മേടിക്കുക. പിന്നെ പറയാനുള്ളത്, ഒരിക്കലും ഇപ്പം ചൈനയിൽ നമ്മൾ സോഴ്സ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ ഒരു വാട്സപ്പ് നമ്പറിലൊക്കെ നമ്മൾ എടുക്കുക, അവർ എപ്പോഴും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ അയച്ചു കൊടുക്കുക. ഒരിക്കലും അവിടെ നമുക്ക് ഇൻഡിവിജ്വൽ അവരുടെ അക്കൗണ്ടൊക്കെ അയച്ചു തരും. അപ്പൊ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇതുപോലെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തൊരു ഈവൻ ലാസ്റ്റ് ഡേ നമ്മൾ കോൺടാക്ട് ചെയ്ത് സാറ്റർഡേ കോൺടാക്ട് ചെയ്തൊരു ക്ലയന്റ് ആണ്. പുള്ളിക്കാരൻ വെച്ചാൽ പുള്ളിക്കാരൻ ചെറിയൊരു പ്രോഡക്റ്റ് ടോയ്സ് ആണ്. ടോയ്സ് സോഴ്സ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ആക്ച്വലി അവിടെ നിന്ന് ഈ അലിബാബ എന്നൊരാളെ കണ്ടു. ആൾക്ക് ഈ പറയുന്ന പോലെ പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ ആദ്യം എടുത്തു. സാമ്പിൾ എടുത്തപ്പോൾ ഓക്കെയാണ്, സാമ്പിളിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. സാമ്പിൾ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ പ്രോഡക്റ്റ് തന്നെ ഹയർ ക്വാണ്ടിറ്റീസിൽ എടുക്കാനായിട്ട് പോയി. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞ ആൾ ഒരു ഏജന്റ് ആയിരിക്കാം, ആരെന്ന് നമുക്കും അറിയത്തില്ല. അവർ ഒരു അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്തു. അക്കൗണ്ട് നമ്പർ ഇട്ട് USD അയക്കാനായിട്ടാ, $US അയക്കാനായിട്ടാ. ഈവൻ നമ്മുടെ ഇവിടെ പോലും പേഴ്സണൽ അക്കൗണ്ടിലോട്ട് $US അല്ലെ പുറത്തുനിന്ന് കറൻസി വരുമ്പോൾ ഭയങ്കര സ്ക്രൂട്ടനൈസ്ഡ് ആണ്. ഈ സെയിം സാധനം ചൈനയിലും ഉണ്ടല്ലോ. സോ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്ത അവിടുന്ന് അയച്ചു കൊടുത്ത $US അവിടെ സ്റ്റക്കായി. ഏകദേശം 2 ലക്ഷം രൂപ എടുത്ത് പുള്ളിക്കാരൻ ഇവിടുന്ന് അയച്ചു കൊടുത്ത് സ്റ്റക്കായി പോയി. ഇതിനി സ്റ്റക്കായതാണോ എന്ന് നമുക്കറിയത്തില്ല, ആ ഏജന്റിന് കിട്ടിയിട്ട് പറയാത്തതാണോ എന്ന് നമുക്കറിയത്തില്ല. സോ അങ്ങനത്തെ സ്കാം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അവിടെ. കുറെ ആൾക്കാർ ഇങ്ങനെ സ്കാംഡ് ആവുന്നുണ്ട്. ഈവൻ നമുക്ക് ഇത് കഴിഞ്ഞ ദിവസം വന്ന ഒരു എൻക്വയറിയാണ്. നമ്മൾ എന്നിട്ട് സോഴ്സ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് നമ്മളെ വിളിച്ചതാണ്. അതാണ് പറഞ്ഞത്, ഇത് ഒരുപാട് പ്രശ്നമുള്ള ഒരു എപ്പോഴും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എപ്പോഴും കമ്പനിയുടെ അഡ്രസ്സ്, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അലിബാബ വഴി ചെയ്യുമ്പോൾ നമുക്ക് അലിബാബ വഴി തന്നെ പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആ കമ്പനിയുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ ട്രേഡർ ആണെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ എടുക്കുക, അത് ത്രൂ കണക്ട് ചെയ്യാൻ നോക്കുക. അലിബാബിനൊക്കെ ബെറ്റർ അങ്ങനെ ചെയ്യണതാ? കുറച്ചുകൂടെ അവര് അവരുടെ ഒരു നമുക്കൊരു ബാർഗെയിൻ ചെയ്യാനുള്ള നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ലോങ് ഇന്ന് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇന്ന് തന്നെ ഒരിക്കലും നമ്മൾ ചെയ്യല്ല. നമ്മളൊരു ലോങ് കോഴ്സ് ഓഫ് ടൈമിൽ ഒരു 1 വീക്ക് 2 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ഇത്രയും ടൈമിൽ നമ്മൾ സംസാരിച്ച് നമുക്ക് ഒരു ട്രസ്റ്റ് പതിയെ ബിൽഡ് ചെയ്തെടുക്കുക. അവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് നമ്മളോട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ചുമ്മാതെ ഒരു സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ നമ്മൾ തുടങ്ങിയ കാലത്ത് വെരിഫൈ ചെയ്യാൻ ഉപയോഗിച്ച ഒരു ട്രിക്കാണ്. അതായത് ഈ പറയുന്ന പോലെ വർക്കിംഗ് അവേഴ്സിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ വീക്ക് ഡേയ്സിൽ ഒരു നൂൺ ടൈം, അവിടുത്തെ നൂൺ ടൈം എന്ന് പറയുമ്പോൾ 4 hours കുറച്ച് ഇവിടെ കൂട്ടിയാൽ മതി. ആ ഒരു നൂൺ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ജസ്റ്റ് അവരൊന്ന് വീഡിയോ കോൾ ചെയ്യുക. സിമ്പിൾ ടെക്നിക്കിൽ അവര് വർക്കിംഗ് ആയിട്ട് അവരുടെ ഫാക്ടറിയിലാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവരോട് അവരുടെ ഫാക്ടറി വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറയുമ്പോൾ അവർക്ക് എപ്പോൾ വേണേലും അയച്ചു തരാൻ പറ്റും, എങ്ങനെ വേണേലും അവർക്ക് ആ വീഡിയോ അയച്ചു തരാൻ പറ്റും. അതേസമയം നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ റിയൽ ടൈം നമ്മൾ കണ്ടോണ്ടിരിക്കും ഒരാളെ. ആ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നിങ്ങൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾ ഫാക്ടറി കാണിക്കാൻ പറയുക, അവർക്ക് കാണിച്ചേ പറ്റൂ. അതൊരു സിമ്പിൾ ടെക്നിക്കാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പിന്നെ നമ്മള് തുടങ്ങിയ സമയത്ത് ഈ അലിബാബ കാര്യങ്ങളൊക്കെ വിട്ട് എങ്ങനെ അല്ലാണ്ട് ഇവരുമായിട്ട് കണക്ട് ചെയ്ത് സോഴ്സ് ചെയ്യാന്നുള്ളതിലേക്ക് വന്നപ്പോൾ നമ്മള് ശാലക്കാണ് ആ ഐഡിയ വേണ്ടിട്ടുണ്ടെന്നേ. നമുക്ക് അവരെ വീഡിയോ കോൾ ചെയ്യാം, അപ്പൊ കാണാലോ. ഇപ്പം നമ്മൾ ഇവിടെ ഇതുപോലൊരു സാധനം സെയിൽ ചെയ്യാനിരിക്കുക, നമ്മളൊരാളെ വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ ഫാക്ടറി കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ലെജിറ്റായിട്ട് അല്ലെ ഒരു പക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അത് കാണിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ചെയ്യാം. നമുക്ക് അവരെ വീഡിയോ കോൾ ചെയ്യാം, വാട്സപ്പ് നമ്പർ മേടിക്കാം, എന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം, എന്നിട്ട് അവരോട് നമ്മൾ ഫാക്ടറി കാണിക്കാൻ പറയാം, പ്രൊഡക്ഷൻ യൂണിറ്റ് കാണിക്കാൻ പറയാം. അപ്പോൾ അത് അവർ കറക്റ്റായിട്ട് കാണിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അവർ പറയുമോ ഞാൻ ഓഫീസിലല്ല, അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് തട്ടി ഇങ്ങനെ കൊണ്ടുപോവാ. റെഡ് ഫ്ലാഗ് ആണത്. അതെ, റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ തന്നെ നമ്മൾ ആ കണക്ഷൻ ക്ലോസ് ചെയ്യുക, അടുത്ത ആളെ തപ്പിപ്പോവുക, അടുത്ത കമ്പനിയെ തപ്പിപ്പോവുക. ഇപ്പോൾ 2 ഓപ്ഷനുള്ള, ഒന്ന് ഞാനായിട്ട് പോയിട്ട് സോഴ്സ് ചെയ്യണത്, പിന്നെ ഒന്ന് അലിബാബ വഴി നമ്മൾ കേരളത്തിൽ തന്നെ സോഴ്സ് ചെയ്യണത്. മാത്രമല്ല പല വെബ്സൈറ്റ് വഴി സോഴ്സ് ചെയ്യണത്. ഓരോ വെബ്സൈറ്റുകൾ, ഇപ്പോൾ ചൈന ഗുഡ്സ് ഒക്കെ പോലത്തെ പല വെബ്സൈറ്റുകൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ വെബ്സൈറ്റ് ത്രൂ സോഴ്സ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സപ്ലയർ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു ഹൈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു പർച്ചേസ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എവിടുന്നേലും ഒരു സോഴ്സിംഗ് ഏജന്റിനെ വെച്ചൊന്ന് വെരിഫൈ ചെയ്യുക. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട്, കാരണം ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത
എമൗണ്ടിന് വേണ്ടി ഒരു 10,000 രൂപ കൊടുത്ത് ഒരു സോഴ്സിംഗ് ഏജന്റിനെ കൂടി വെരിഫൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കേണ്ട സോഴ്സിംഗ് ഏജന്റ് അവിടെ വെക്കുക. അവിടെ ഉള്ളവരുണ്ട്, ഇന്ത്യയിൽ നിന്ന് അവിടെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ചെയ്യുന്നത്. സോ ഏതൊരു ഒരു സോഴ്സിംഗ് ഏജന്റിനെ വെച്ച് കമ്പനി ഒന്ന് വെരിഫൈ ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെരിഫിക്കേഷന് മാത്രമായിട്ട് അങ്ങനെ സോഴ്സിംഗ് ഏജന്റ് വെരിഫിക്കേഷന് മാത്രമായിട്ട് സോഴ്സിംഗ് ഏജന്റിനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വെരിഫിക്കേഷന് വേണ്ടി അവരെ നമ്മൾ ഏൽപ്പിച്ചു, അവർ ജസ്റ്റ് വെരിഫൈ ചെയ്യുന്നതിന് ഒരു എമൗണ്ട് പറയും. സപ്ലയർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഒരു 5,000 to 10,000 ഒക്കെ ആവാം. അത് മീൻസ് ഒരു ഹയർ എമൗണ്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കേട്ടോ. മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു എമൗണ്ടിൽ ഒന്ന് വെരിഫൈ ചെയ്യുക, സപ്ലയറിനെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതുകൂടെ തന്നെ ഈ പറയുന്ന പോലെ ആലിബാബയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള, ആലിബാബയിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആലിബാബ കാണിക്കുന്ന ഒരു എയർ കാർഗോയുടെ ചാർജ് ഉണ്ട്. ഓക്കെ, അത് ചിലപ്പം കിലോയ്ക്ക് 1,200, 1,300, 2,000 വരെയൊക്കെ ആലിബാബ കാണിക്കും. പക്ഷെ നോർമലി നമ്മുടെ നാട്ടിലെ ഒരു ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോഴ്സിംഗ് ചെയ്യുന്ന ഒരു ലോജിസ്റ്റിക്സ് കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് മച്ച് ബെറ്റർ റേറ്റ്സിൽ നമുക്ക് ഇവിടെ സാധനം ഇറക്കി തരാൻ പറ്റും. ഇൻക്ലൂഡിങ് കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ ഇറക്കാം, അലിബാബനൊക്കെ കുറവായിട്ട്. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു അലിബാബയിൽ ഒരു 10,000 റുപ്പീസിന് നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ അതിന്റെ എയർ കാർഗോയുടെ ചാർജ് അവർ കാണിക്കുന്നത് 12,000 ആയിരിക്കും. മനസ്സിലായി. പ്രോഡക്റ്റിനേക്കാൾ കൂടുതലാണ് സോഴ്സ് ചെയ്യാനുള്ള ചാർജസ്. അപ്പം അതിനേക്കാൾ ബെറ്റർ ആണ് ഓരോ ഇത് നമ്മൾ സോഴ്സിങ് ഏജൻസികളെ കണക്ട് ചെയ്ത് അവർ ത്രൂ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കോട്ട് കിട്ടും നിങ്ങൾക്ക്. പല പ്രോഡക്റ്റുകളും എല്ലാവരും ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പല പ്രോഡക്റ്റുകളും എയർ കാർഗോ ചെയ്യുമ്പോൾ ₹400 to 1,300 ഈ ഒരു റേഞ്ചിനുള്ളിലേ വരാവുള്ളൂ. അതിന്റെ മുകളിലോട്ടോ അതിന്റെ താഴോട്ടോ ആണെങ്കിൽ there is something fishy. താഴോട്ടാണെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ലോജിസ്റ്റിക്സ് കമ്പനി എക്സിസ്റ്റ്. അങ്ങനെ മോളോട്ടാണെങ്കിൽ അത് കൂടുതലാണ്. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഓപ്ഷൻ, ഒന്നല്ലെങ്കിൽ അലിബാബ വഴി ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റക്ക് പോയി സോഴ്സ്. ഒറ്റക്ക് സോഴ്സിങ് തുടക്കക്കാരന് ബുദ്ധിമുട്ടാണ്. അത് ഫെയർ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അല്ല ചെയ്യാം. പിന്നെ വേറെന്താ ഓപ്ഷൻ ഉള്ളത്? നിങ്ങൾ ഇതിലിപ്പോൾ എന്താ ചെയ്യണത്? നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സോഴ്സിംഗ് ഏജന്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് ചൈനയിൽ, അവർ ത്രൂ നമ്മൾ സോഴ്സ് ചെയ്യുന്നു. നമ്മുടെ സർവീസ് മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു അഫ്സൽ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു, അഫ്സൽ ഒരു സപ്ലയറിനെ കണ്ടുപിടിച്ചു, ഈ സപ്ലയറിനായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ സപ്ലയറിനെ ഒന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ വരുമ്പോൾ എനിക്ക് സപ്ലയർ വേണോ? ഞാനായിട്ട് സപ്ലയർ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കും. പക്ഷെ എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു സപ്ലയറിനെ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. സോ നമ്മൾ അത് ട്രസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവന്ന് സപ്ലയറിനെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായി. അഫ്സൽ ബ്രോയ്ക്ക് കൊണ്ടുവരാം. നമ്മളെ ഇപ്പൊ നമ്മളെ തന്നെ ആശ്രയിച്ച് നമ്മൾ ത്രൂ തന്നെ ഒരു സപ്ലയറെ കണ്ടുപിടിക്കണമെന്നില്ല. അഫ്സൽ ബ്രോ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന സപ്ലയറുടെ കോട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്ന് നമുക്കത് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. എങ്ങനെ അതിന്റെ ലോജിസ്റ്റിക്സ് അല്ലെ ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്ത് ഇവിടെ ക്ലിയർ ചെയ്ത് ഇത് എത്തിക്കുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ ത്രൂ ചെയ്യാം. ഡോർ ടു ഡോർ പോലെ. അതെ, ഒരു ഡോർ ടു ഡോർ ഡെലിവറി പോലെ. അവിടുത്തെ ചൈനയില് അവരുടെ ഫാക്ടറിയിൽ നിന്ന് പിക്കപ്പ് എടുക്കുന്നത് തൊട്ട് ഇവിടുത്തെ അവരുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എവിടെയാന്ന് വെച്ചാൽ അവിടെ ഈ ഡെലിവറി ചെയ്യുന്നിടം വരെയുള്ള എൻഡ് ടു എൻഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും, അതിന്റെ ഡോക്യുമെന്റേഷൻ, ലോജിസ്റ്റിക്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓരോ പ്രോസസ്സായിട്ട് പോവാം, സ്റ്റെപ്പ് ആയിട്ട് പോവാം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു, എൻ്റെ അടുത്തൊരു സപ്ലയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സപ്ലയർ വന്നു, എൻ്റെ അടുത്തൊരു സപ്ലയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സപ്ലയറിനെ വെരിഫൈ ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലോജിസ്റ്റിക്സ് കോസ്റ്റ് എടുക്കും. അത് നമ്മൾ പല ചൈനയിൽ തന്നെ ചൈനയിൽ തന്നെ നമ്മുടെ നിലവിലുള്ള ഏത് സിറ്റിയിൽ നിന്നാണ് ഈ സപ്ലയർ എന്ന് നോക്കും. നമ്മൾ ആ സിറ്റിയിലുള്ള ലോജിസ്റ്റിക്സ് കമ്പനിയായിട്ട് നമ്മൾ ബന്ധപ്പെടും. നമുക്ക് തന്നെയുള്ള ഏജൻസ് ഉണ്ട്. നമ്മൾ തന്നെയുള്ള ഏജൻസി ത്രൂ നമ്മൾ പല കോട്ടുകൾ എടുക്കും. ഒരു സിംഗിൾ കോട്ടിൽ നമ്മൾ ചെയ്യുമല്ല, പല കോട്ട് എടുത്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റേറ്റ് നമ്മൾ എടുക്കുന്നു. ആ റേറ്റിൽ നമ്മൾ ഈ സാധനം അവർക്ക് എന്നിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ കസ്റ്റമറിനോട്, ഇപ്പൊ അഫ്സൽ ആണെങ്കിൽ അഫ്സലിനോട് ഈ സാധനം ഇവിടെ ഇറക്കാൻ ഈ ഒരു കോസ്റ്റ് ആവും. ഓക്കെ, നമ്മളെ കൊണ്ട് ഈ കോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതല്ല, ഇതിലും ബെറ്റർ കോസ്റ്റ് ഉണ്ടോ? ഓക്കെ, ഒന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നോക്കാം, ഇല്ല എങ്കിൽ യു ക്യാൻ ഗോ ഫോർ അനദർ ഓപ്ഷൻ. ഇതാണ് നമ്മുടെ വേ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ മൊത്തത്തിലുള്ള ഒരു കോസ്റ്റ് നിങ്ങൾ ക്ലയന്റിനോട് പറഞ്ഞു കൊടുക്കും. ഇൻഡിവിജ്വൽ ഒരു പ്രോഡക്റ്റ് തന്നെ കോസ്റ്റ്. ഇപ്പൊ മൊബൈൽ ഫോൺ കേസിങ്സ് ചൈന നോക്കിക്കഴിഞ്ഞാൽ 40 രൂപ തൊട്ട് 60 രൂപ വരെ കാണിക്കും. പക്ഷെ ഇന്ത്യയിൽ ഇറക്കുമ്പോൾ ആ സാധനം വരുന്ന കോസ്റ്റ് 75-80, അതായത് ഒരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു ഫോൺ കേസിംഗ് വരുമ്പോൾ 75-80, 100 ആ റേഞ്ച് വരെ വരാം. നമുക്ക് ഇത് എടുക്കുന്ന ഓരോ പ്രോഡക്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം ചൈനയിൽ നിന്ന് ഇപ്പൊ ഈ സാധനം 30 രൂപ കാണിക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് ഈ 40 രൂപയ്ക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കോസ്റ്റ് വരും അതിന്. അപ്പോൾ ആ കോസ്റ്റ് നിങ്ങൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് അവരുടെ ഡോറിൽ എത്താനുള്ള കോസ്റ്റ് നമ്മൾ പറയും. ഇപ്പൊ ഷാൽക്കറിൽ ഒരു ഫോൺ കേസാണ്. അപ്പോൾ ഫോൺ കേസ്, ഒരു സിംഗിൾ ഫോൺ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോറിൽ എത്തുമ്പോൾ എത്ര പ്രൈസ് കിട്ടും, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാലാണ് ഇപ്പൊ അഫ്സൽ ബ്രോ ഇത് കച്ചവടം ചെയ്യണ്ടേ, അതിന് ലാഭം ഉണ്ടാക്കണം. അപ്പം അത് ലാഭകരമാണോ ഇല്ലയോ എന്നുള്ളത് ആ ഡോക്യുമെന്റേഷൻ അല്ലെ അതിന്റെ കാൽക്കുലേഷനിലാണ് ഇരിക്കുക. അത് ആ ഡോക്യുമെന്റിൽ ഇങ്ങനെ ഉണ്ടാവുമോ, എനിക്ക് ഇത്രക്കാണ് ഇവിടെ സെല് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സെല് ചെയ്യാൻ
പറ്റുന്നത് കസ്റ്റമേഴ്സ് പ്രിഫറൻസ്. അതെ അത് അഫ്സൽ ബ്രോയ്ക്ക് തീരുമാനിക്കും ഏത് റേറ്റ് ചെയ്യണം പിന്നെ എങ്ങനെ പ്രോഫിറ്റ് അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അതാ ഞാൻ അല്ല പറയുന്നത്. നമുക്ക് ഇവിടെ എത്തുന്ന അതായത് പ്രൊഡക്റ്റ് ഷിപ്പിംഗ് ചാർജും കസ്റ്റംസ് ക്ലിയറൻസ് ചാർജ് എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇവിടെ ലാൻഡിങ് എത്ര പ്രൈസ് വരും എന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് നമ്മൾ കാണിക്കും. അതായത് ഇപ്പം അവിടെ ഇപ്പം 40 രൂപയ്ക്ക് കാണിക്കുന്ന പ്രൊഡക്റ്റ് നാട്ടിലെത്തി കഴിയുമ്പോൾ ഏകദേശം ഒരു 100-110 രൂപ എന്ന് വെച്ചു. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ഇത് ഓരോ കാൽക്കുലേഷൻസ് നമ്മൾ സെപ്പറേറ്റ് കാണിച്ചിട്ട് ലാൻഡിങ് നമുക്ക് ഇത്ര രൂപയ്ക്ക് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറയും. അത് കസ്റ്റമർക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കി പ്രൊസീഡ് ചെയ്യാം. അപ്പോഴാണ് അഫ്സൽ ബ്രോ ഈ സാധനം കൊണ്ടുവന്ന് കേസ് കൊണ്ടുവന്ന് സ്വന്തം ഷോപ്പിൽ വെച്ച് വിൽക്കുമ്പോൾ ലാഭം ഉണ്ടാകുക. മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ 100 രൂപ കിട്ടുന്ന സാധനം നമ്മൾ അവിടെ നിന്ന് 120 രൂപയ്ക്ക് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുക. അപ്പൊ അവിടാണ് നമ്മൾ ഇത് സ്റ്റഡി ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി. അല്ല ബ്ലൈൻഡ് ആയിട്ട് കുറെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ഇതിന്റെ പുറകെ പോവാതിരിക്കുക. ഇപ്പോൾ സപ്ലയർ വെരിഫിക്കേഷൻ കഴിഞ്ഞു വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ മൊത്തം കാൽക്കുലേറ്റ് എമൗണ്ട് ചെയ്തിട്ട് ഒരു എമൗണ്ട് നിങ്ങളുടെ ക്ലയൻറ്റ് പറഞ്ഞു കൊടുക്കും. അങ്ങനല്ല നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ് എന്താ വരുന്നത്? ആക്ച്വലി കസ്റ്റമർ അവിടെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൈനയിൽ നിന്ന് അവിടെ ഫാക്ടറിയിൽ നിന്ന് ഇതിന്റെ പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യുന്നു. പിക്കപ്പ് ഷെഡ്യൂൾ എയർ കാർഗോ ആണെങ്കിൽ എയർ കാർഗോയിൽ നമ്മൾ നമ്മുടെ ഫോർവേഡർ അവിടെ നിന്ന് ഈ സാധനം അവിടെ നിന്ന് കയറ്റി വിടുന്നു. ഇവിടുന്ന് വന്നിട്ട് ഇവിടുത്തെ കൊച്ചിയിലായിരിക്കും നമ്മൾ ചെയ്യുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടാണ്. സാമ്പിൾ പ്രൊഡക്ട്സ് ഫസ്റ്റ് കൊടുക്കുമോ? സാമ്പിൾ കസ്റ്റമറിന് സാമ്പിൾ വേണമെങ്കിൽ കസ്റ്റമർ ആദ്യം സാമ്പിൾ ഡയറക്റ്റ് എടുക്കാം. സാമ്പിളിന് ഇപ്പം നമ്മുടെ പോലെ ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ആവശ്യം അധികം വരുന്നില്ല. സാമ്പിൾ ഇപ്പോൾ ഡയറക്റ്റ് എടുക്കാം, കാരണം അതിനൊരു പേയ്മെന്റ് ഡയറക്റ്റ് ആ കമ്പനിക്ക് അയച്ചു കൊടുത്താൽ അവർ ഡയറക്റ്റ് ചെയ്തു തരും. അതെന്ന് പറയുമ്പം അതും കോസ്റ്റ് ഓഫ് കോഴ്സ് കൂടുതലാണ്. അതും നമ്മളെ പോലുള്ള ഒരു ലോജിസ്റ്റിക്സ് കമ്പനി ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറയുന്നത് നമ്മൾ വലിയ ലാഭത്തിൽ ചെയ്തു കൊടുക്കുന്നൊന്നും അല്ല. ജസ്റ്റ് നമ്മളോട് കൂടെ കൊട്ടേഷൻ വാങ്ങാം. നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടിയാൽ അതല്ല ലാഭം. നിങ്ങൾക്ക് അഫ്സൽ ബ്രോ ആണെങ്കിലും ഒരു സംഭവം സോഴ്സ് ചെയ്യാൻ നേരം 1 രൂപയുടെ ലാഭം കിട്ടിയാൽ അത് എടുക്കുകയല്ലേ. ജസ്റ്റ് നമ്മൾ കൊട്ടേഷൻ ചോദിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പേയ്മെന്റ് എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് പേയ്മെന്റ് തന്നാൽ പിന്നെ എനിക്ക് അവരായിട്ട് ഒരു ഡീലും ഇല്ല. A to Z കാര്യങ്ങൾ നിങ്ങൾ നോക്കി തരും. നിങ്ങൾ മേടിച്ചത് ഇപ്പൊ അഫ്സൽ ബ്രോ കൊണ്ടുവന്ന ഒരു സപ്ലയർ ആണെങ്കിൽ ആ സപ്ലയറിന് തന്നിരിക്കുന്ന കൊട്ടേഷൻ അറിയാമല്ലോ. ആ കൊട്ടേഷൻ വെച്ച് തന്നെയാണ് നമ്മളും വർക്ക്ഔട്ട് ചെയ്യുക. അതിലോട്ട് നമ്മൾ മാർക്കപ്പ് ചെയ്യുന്നില്ല. നമ്മൾ അതിലൊരു മാർക്കപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. ലോജിസ്റ്റിക്സ് ഇവിടുത്തെ ഫുൾ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഫുൾ ലോജിസ്റ്റിക് സപ്പോർട്ട് ഇവിടെ നിങ്ങളുടെ ഡോർ ഡെലിവറി വരെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സർവീസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സർവീസ് ആണ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. സോഴ്സിംഗ് എന്ന് വെച്ചാൽ ഇതിപ്പം അഫ്സൽ വരുന്നു, അഫ്സലിന് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇല്ല, ഒരു പ്രോഡക്റ്റിന്റെ ഐഡിയ ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ എന്നാൽ ആ പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേന് ആ പ്രോഡക്റ്റിനെ പറ്റി എവിടെ നിന്ന് കിട്ടുമെന്നുള്ള സോഴ്സിംഗിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന പ്രോഡക്റ്റ് ഈ പ്രൈസിൽ നമുക്ക് ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും. അവിടുന്ന് കിട്ടുന്ന കൊട്ടേഷൻ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ അയച്ചു കൊടുക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൈസ് ചൈനയിൽ നിന്ന്. ഇത് പ്ലസ് ലോജിസ്റ്റിക്സ് ചാർജ് എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു ഫുൾ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഫുൾ സർവീസിന്റെ ഒരു കൊട്ടേഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഈ പ്രോഡക്റ്റിന് പെർ പീസ് എത്ര റേറ്റ് വരുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീടുള്ള കാര്യം വെച്ചാൽ സാമ്പിൾ. നേരത്തെ അഫ്സൽ പറഞ്ഞോട്ട് ഞാൻ പറയാം, സാമ്പിൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾക്കിവിടെ ഇറക്കുമ്പം അതിൽ പേഴ്സണലായിട്ട് ഡയറക്റ്റ് ഇറക്കാൻ പറ്റും പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ കൊമേഴ്ഷ്യലി ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമുക്കൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് വേണം. IC കോഡ് എന്ന് പറയും. IC കോഡ് വേണം. സാമ്പിൾ ജസ്റ്റ് നമ്മൾ അവരൊരു പ്രോഡക്റ്റ് നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അയച്ചു തരും. നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ല, നമ്മുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് അയച്ചു തരുന്നത്. അപ്പൊ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യം ജസ്റ്റ് പേര്, അഡ്രസ്, ചിലപ്പോൾ ആധാർ കാർഡിന്റെ ആവശ്യം വരും. ജസ്റ്റ് ആധാർ കാർഡ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ വരത്തുള്ളൂ. ഈ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ പ്രൊസീജിയർ നമുക്ക് സാമ്പിൾ ഇറക്കാൻ പറ്റും. പക്ഷെ സാമ്പിൾ കഴിഞ്ഞിട്ട് ഇതിന് കൊമേഴ്ഷ്യലി നമ്മളൊരു സംഭവം, ഒരു ഫുൾ പ്രോഡക്റ്റ് റേഞ്ചിലുള്ള സാധനം ഒരു കൊമേഴ്ഷ്യലി എന്ന് പറയുന്നത് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുമല്ലോ. ഇപ്പോൾ 1 പീസോ 2 പീസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറക്കാം. പക്ഷേ ഈ ക്വാണ്ടിറ്റി കൂടി കഴിയുമ്പോഴത്തേന് നമുക്കത് കൊമേഴ്ഷ്യലി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആണ്. സോ GST ആപ്ലിക്കബിൾ ആണ്. ഈ 2 സാധനം കൂടി നമ്മൾ ഈ പറയുന്ന കസ്റ്റംസിൽ അടയ്ക്കണമെങ്കിൽ നമുക്കൊരു IEC കോഡ് വേണം. സോ ഒരു IEC കോഡുള്ള ഒരു കസ്റ്റമറിനെ കൊമേഴ്ഷ്യലി ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. അപ്പോൾ ലൈക്ക് നമ്മളിവിടെ വെരിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അഥവാ ഇനിയിപ്പോൾ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് നാട്ടിൽ പ്രൊഡക്ട്സ് എത്തി, നമ്മളെല്ലാ ചെക്കിങ്ങും ചെയ്തു, എന്നാലൊരു 1% ചാൻസ് ഉണ്ട് ചിലപ്പോൾ പ്രൊഡക്ട്സ് നല്ല പ്രൊഡക്ട്സ് ആവാതിരിക്കാൻ. എന്നാലും ചെറിയൊരു ചാൻസ് ഉണ്ട്. അഥവാ നാട്ടിൽ വന്ന പ്രൊഡക്ട്സ് അങ്ങനെ നല്ല പ്രൊഡക്ട്സ് അല്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളാകും, പക്ഷേ ഡാമേജ്ഡ് ആണ്, അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ട്. ഇതിൻ്റെ നമ്മൾ പിന്നെ റിപ്ലേസ് ചെയ്യണം, റീഫണ്ട് ചെയ്യണം. ഇതിന്റെ പ്രോസസ് എങ്ങനെ? ഇതിനൊക്കെ എത്ര ടൈം എടുക്കും? അങ്ങനെ റിപ്ലേസ്മെന്റ് കിട്ടുമോ? ഇൻഷുറൻസ് ഉണ്ടോ ഇതിനൊക്കെ? ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ട്രാൻസിറ്റ് ഇൻഷുറൻസ് ആണ് നമ്മൾ കൂടുതൽ. ഈ പ്രോഡക്റ്റ് വേറെ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത് ഇൻഷുറൻസ് ഇല്ല. ഇതിനൊരു ട്രാൻസിറ്റ് ഇൻഷുറൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസിറ്റ് അതായത് ഈ പറയുന്ന പ്രോഡക്റ്റ് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അതിനൊരു ഇൻഷുറൻസ് ഷിപ്പിൽ, അല്ലെങ്കിൽ ഫുൾ കണ്ടെയ്നർ ആണെങ്കിൽ ഫുൾ കണ്ടെയ്നർ, അല്ലെങ്കിൽ ചെറിയ പ്രോഡക്റ്റുകളാണെങ്കിൽ അങ്ങനെ. ഇത് വാല്യൂ കൂടിയ പ്രോഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ചെറിയ ബോക്സുകൾക്ക് ഇൻഷുറൻസ് എടുക്കാം, വാല്യൂ കൂടിയ പ്രോഡക്റ്റുകളാണെങ്കിൽ. സോ
വരുന്ന പ്രോഡക്റ്റിന് ഒരു എന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കാരണം ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഇൻഷുറൻസ് എടുക്കാം. ആ ഇൻഷുറൻസിൽ കവർ ആവുന്നത് ട്രാൻസിറ്റ് കാരണം ഉണ്ടായ ഡാമേജസ് ആണ്. നിങ്ങളൊരു പ്രോഡക്റ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം അറിയണമെങ്കിൽ അതിനൊരു വെരിഫിക്കേഷൻ കൂടെ ചെയ്യണം. അത് നിങ്ങൾ ഒരു ഹയർ ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പ്രോഡക്റ്റ് അവിടുത്തെ മാനുഫാക്ചറിങ് പ്രൊസീജിയർ കഴിഞ്ഞു. ഓക്കെ, മാനുഫാക്ചറിങ് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു വെരിഫിക്കേഷന് നമ്മൾ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്ലാസ് ഒക്കെ പോലത്തെ പ്രോഡക്റ്റുകളാണെങ്കിൽ നമ്മൾ അവിടുന്ന് അവർ ക്രേറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഏജന്റ് അവിടെ കാണും. ഏജന്റിന്റെ ഫ്രണ്ട് വെച്ചായിരിക്കും ക്രേറ്റിംഗ് അല്ലെങ്കിൽ ക്രേറ്റിംഗിന് സർട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഗ്ലാസിന്റെ ഒക്കെ കാര്യത്തിൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്രേറ്റിംഗിന് സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. സോ ഇങ്ങനത്തെ കമ്പനികൾ ത്രൂ നമ്മൾ കണക്ട് ചെയ്തിട്ട് അവരുടെ വെയർ ഹൗസിലോട്ട് വിടുന്നു. അവിടുന്ന് ക്രേറ്റിംഗിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. ഒന്നാമത്. രണ്ടാമത് ഗ്ലാസിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നു. കാരണം തിക്നെസ് ഈവൻ ആണോ, ഗ്ലാസിന് വരാവുന്ന ഒരു പ്രശ്നമാണ് എല്ലാ ഗ്ലാസിനും. സോ തിക്നെസ് ഈവൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നു. അല്ല അതിന്റെ ക്വാളിറ്റി എന്തെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ടെസ്റ്റിംഗ് ക്വാളിറ്റീസ് അത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കമ്പനിയോടും ചോദിക്കാം. അവർ നമ്മുടെ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കഴിഞ്ഞ് എനിക്ക് ടെസ്റ്റിംഗ് വേണം, എനിക്ക് ടെസ്റ്റിംഗ് വേണ്ട സാധനമാണ്, സോ എനിക്ക് ടെസ്റ്റിംഗ് തരണം, ഈ ടെസ്റ്റിംഗിന്റെ സർട്ടിഫിക്കേഷൻ തരണം, STS ഒക്കെ പോലത്തെ കമ്പനികളുടെ സർട്ടിഫിക്കേഷൻസ് തരണമെന്ന് പറയും. സോ അതും കമ്പനികൾ പ്രൊവൈഡ് ചെയ്യും. പല കമ്പനികളും ഫ്രീ ഓഫ് കോസ്റ്റ് ഇത് പ്രൊവൈഡ് ചെയ്യും ഹയർ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ. കാരണം നമ്മൾ ഫസ്റ്റ് അഡ്വാൻസ് ഒരു 30% ആയിരിക്കും കൊടുക്കുക. അതെ. അപ്പൊ റെസ്റ്റ് വരുന്ന ആ 70% കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മാനുഫാക്ചറിങ് കഴിയും. അപ്പൊ ആ ടൈമിൽ നമുക്ക് അവിടെ ഒരു ഏജന്റിനെ വെച്ച് ഇത് വെരിഫൈ ചെയ്യാം. എല്ലാം വെരിഫൈ ചെയ്തിട്ട് ബാക്കി 70% കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിവിടെ ഡാമേജ് ആയ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. എത്ര ടൈം എടുക്കും ഇപ്പോൾ ഇതിങ്ങനെ മൊത്തം റെഡി ആയി കിട്ടാൻ? ഇപ്പം ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്തു, എനിക്ക് ഗ്ലാസ് ഈ ആഴ്ചയായിരുന്നു വേണ്ടത്. പിന്നെ ഈ പ്രശ്നം കാരണം ഇനിയിപ്പോൾ എത്ര ഞാൻ വെയിറ്റ് ചെയ്യണം? ചൈനയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരണമെങ്കിൽ മിനിമം 30 ഡേയ്സിന് മുകളിലോട്ട് എടുക്കും. സീ കാർഗോ ആണ് ഞാൻ പറയുന്നത്. സീ കാർഗോ ആണെങ്കിൽ മിനിമം 30 ഡേയ്സിന് മുകളിലോട്ട് എടുക്കും. ചില പ്രോഡക്റ്റുകൾ 60-65 ഡേയ്സ് വരെ വരാം. കാരണം എന്തോ എയർ കാർഗോ വിത്തിൻ 1.5 2 weeks. 2 weeks. 1 week max. 1 week 1.5 week. ഞാൻ 1 week നമ്മളെപ്പോഴും ടൈം പറയാൻ കുട്ടിയെ പറയത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു 7 days എന്ന് പറഞ്ഞിട്ട് 7 days എത്തിയില്ലെങ്കിൽ അഫ്സലോട്ട് വെക്കും എന്ത് എന്റെ പ്രോഡക്റ്റ്. അതുകൊണ്ട് നമ്മൾ പറയാൻ കുട്ടിയെ പറയത്തുള്ളൂ. എത്ര പ്രൈസ് ഡിഫറൻസ് എങ്ങനെ വരുന്നത് അപ്പോൾ എയർ കാർഗോ? എയർ കാർഗോ ശരിക്കും ചെറിയ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല നമുക്കിപ്പോ ഗ്ലാസ് പോലെ അങ്ങനത്തെ സാധനങ്ങൾ എയർ കാർഗോ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചൈനയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ പെർ കിലോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 400 to 1200 1300 വരെയൊക്കെ വരാം. ആ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കും എയർ കാർഗോയുടെ. വിത്ത് വാല്യൂ അനുസരിച്ചായിരിക്കും പല പ്രൊഡക്റ്റുകളുടെയും വരിക. സെക്കൻഡറി തിങ് എന്ന് പറഞ്ഞാൽ സീ കാർഗോ എടുത്തു കഴിയുമ്പോൾ ഇത് CBM ബേസ്ഡ് ആണ്. വെയിറ്റിനെക്കാട്ടും ഉപരി ഇതിന്റെ വോളിയം ബേസ്ഡ് ആയിട്ടാണ് സീ കാർഗോ വരിക. ക്യൂബിക് മീറ്റർ വെച്ച്. കാർഗോയിൽ വരുമ്പോൾ കിലോ വെച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോൺ കേസസ് എന്ന് പറയുമ്പോൾ ഒരു 500 എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 kg താഴെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടൈമും നോക്കി വരുമ്പോൾ എയർ കാർഗോ ആയിരിക്കും നമുക്ക് ബെനിഫിറ്റിൽ വരുന്നത്. അപ്പം എയർ കാർഗോ നമ്മൾ ചൂസ് ചെയ്തു, അത് കൊണ്ടുവരും. മനസ്സിലായി. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ തുടക്കക്കാരുടെ കേസ് പറയാണ്. ഇതിൽ സാധാരണ തുടക്കക്കാർ ഈ ബിസിനസ്സിൽ ചെയ്യണ ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്തൊക്കെ? ബ്ലൈൻഡ് അഡ്വാൻസ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു പ്രൊഡക്റ്റ് ലാഭമാണെന്ന് കണ്ടാല് ചാടിക്കയറി അഡ്വാൻസ് കൊടുക്കാൻ നിൽക്കരുത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ പേയ്മെന്റ് ചെയ്യാവുള്ളൂ, അഡ്വാൻസ് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ഏറ്റവും ബെറ്റർ ഈ ഇതുപോലുള്ള ഏജന്റ് ഈ ഏജന്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തുള്ള പ്രശ്നം. ഏജന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിചാരം പറ്റിക്കുന്ന പരിപാടിയാണ്. കാരണം ഇപ്പൊ എല്ലാത്തിനും ഏജൻസികളാണ്. കാരണം ഇപ്പൊ നമ്മളെ കുറെ സ്കാം വീഡിയോസ് ഒക്കെ ഒരു ഏജന്റ് പറ്റിച്ചു തന്നെ. അതുകൊണ്ട് ഈ ഏജന്റ് എന്ന് പറഞ്ഞ വാക്കിനേക്കാൾ ഇത് നമ്മളെ പോലുള്ള കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മളെ മാത്രം ഒരിക്കലും നമ്മൾ പറയുന്നത് ഇത് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളം തമിഴ് സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയോട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർവീസ് ആണ് വേണ്ടത്. കാരണം നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി അവരോട് ചോദിക്കാം എന്ത് എന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ഞാൻ തന്ന അഡ്വാൻസ് എന്ത് ഇത് ചോദിക്കാം. കാരണം നിങ്ങൾ ചൈനയിൽ പോയി ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടക്കിന്റെ ഇരട്ടി കാശ് വേണം അവിടെ പോകണമെങ്കിൽ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ അഡ്വാൻസ് കൊടുക്കുക. വേറെ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് തുടക്കക്കാർ ചെയ്യണ മെയിൻ മിസ്റ്റേക്സ്? സാമ്പിൾ എടുക്കാതെ പ്രോഡക്റ്റ് എടുക്കുന്നത്. അതെ, രണ്ടാമത്തെ ഒരു മെയിൻ പ്രോഡക്റ്റ് ബൾക്കായിട്ട് നമുക്ക് യൂസ് ഉള്ള ഐറ്റംസ് ആണെങ്കിൽ ജസ്റ്റ് ഒരു സാമ്പിൾ അവരുടെ മേടിക്കുക. അത് നമ്മളിവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യാവുള്ളൂ. ഞാൻ പൊതുവേ കേൾക്കണ ഒരു സ്കാമാണ്. ഇവർ സാമ്പിൾ ആദ്യം നല്ല പ്രൊഡക്ട്സ് അയക്കും, പിന്നെ ബൾക്കായിട്ട് അയക്കുമ്പോൾ അതിൽ കുറേ അല്ല, അവിടെയാണ്
മുമ്പേ പറഞ്ഞ കാര്യം എന്നുവെച്ചാൽ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ 30% ഒരു പ്രൊഡക്റ്റിന് അഡ്വാൻസ് കൊടുക്കുന്നുള്ളൂ. അവിടുത്തെ മാനുഫാക്ചറിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി 70% കൊടുക്കുക. അപ്പം അതിന് മുമ്പ് നമ്മൾ അവിടെ ഒരു ഏജന്റിനെ വെച്ച് ഇത് വെരിഫൈ ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റുകൾ. അവിടെയാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ഈ സ്കാമിലൊന്നും പെടാണ്ട് ഇത് നമുക്ക് ആ സ്കാമൊന്നും പെടാണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ് ആപ്ലിക്കബിൾ ആകുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഇതൊന്നും നടക്കില്ല. എടുക്കുക അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ സോഴ്സിങ്ങിനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ആലോചിക്കുക. നിങ്ങൾക്ക് വെരിഫിക്കേഷനും സോഴ്സിംഗ് വെരിഫിക്കേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയൊക്കെ ഒരു വലിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഒരു 10 lakhനൊക്കെ ചെയ്യുമ്പോൾ അല്ല ഈവൻ ഞാൻ പറയും 5 lakh വരെയൊക്കെ വേണം ചെയ്യാം. 5 lakh മിനിമം 5 lakhs വേണം. 5 lakhs മേളിലോട്ട് സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പ്രോഡക്റ്റ് വെരിഫൈ ചെയ്യാം. എമൗണ്ട് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. കാരണം അതിന്റെ ഒരു 1% 2% ഒക്കെ ആയിരിക്കും ചിലപ്പം ഇതിനു വേണ്ടി വരിക, ഈ പറയുന്ന വെരിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരിക. 5 lakhsന്റെ 2% 1% 5,000-10,000 rupees ആണ് ഇതിന് വരിക. സോ ആ ഒരു ടൈമിലും ആൾക്കാർക്ക് വേണമെങ്കിൽ ലാഭകരമായിരിക്കും. ഇപ്പൊ 10,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇറക്കാണ്ട് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ആ എമൗണ്ട് തന്നെ കൊടുത്ത് ഇതിനെ വെരിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ നഷ്ടമാണ്. മനസ്സിലായി. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് സോഴ്സ് ചെയ്യാനുള്ളത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പോവുക, പക്ഷെ അത് തുറക്കക്കാർക്ക് പറ്റിയൊരു സംഭവമല്ല. അത്യാവശ്യം ഫണ്ട് ചെലവാക്കി എക്സ്പ്ലോർ ചെയ്ത് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നുള്ളത് അലിബാബ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യണ ഒരു സംഭവം. ബട്ട് അവിടെ മറ്റേ ഷിപ്പിംഗ് കോസ്റ്റ് അധികമാവും, പിന്നെ കൂടുതലാണ്. പിന്നെ അലിബാബ പേയ്മെന്റ് ചെയ്താൽ അലിബാബയുടെ സെക്യൂർ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന കുറെ പരിപാടികളുണ്ട്. അങ്ങനെയൊക്കെ വെച്ചാൽ അവർ ഫുള്ളി റീഫണ്ട് ഒക്കെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ അറിവിൽ ആർക്കും കിട്ടിയതില്ല എന്നാണ്. നമ്മുടെ അറിവില് കിട്ടിയിട്ടുണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാം പിന്നെ അടി വന്ന് പറയുമായിരിക്കും ഇത് ഞങ്ങൾക്ക് കിട്ടിയതായി നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ അറിവിൽ ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ കാരണം വെച്ചാൽ അവിടുന്ന് പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുക വളരെ പ്രോഡക്റ്റ് ഇൻ കേസ് വന്നില്ല, പ്രോഡക്റ്റിന്റെ എവിടെയെങ്കിലും ഇൻ ബിറ്റ്വീൻ ഡെലിവറിയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു, അതായത് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയില്ല എങ്കിൽ മേ ബി നമുക്ക് ഇതിന് ക്ലെയിമിന് പോകാം. പക്ഷെ പ്രോഡക്റ്റ് വന്നു അതിൽ ക്വാളിറ്റി സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നതിന് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. മനസ്സിലായി. പിന്നുള്ളൊരു വഴി നിങ്ങൾ പോലത്തെ കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ A to Z കാര്യങ്ങൾ നോക്കും. എനിക്ക് വരുന്ന ഡൗട്ട്, നിങ്ങളുടെ പോലത്തെ ഒരു കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഞാൻ ഏറ്റവും ബെസ്റ്റ് കമ്പനീസിനെ കണ്ടുപിടിക്കും? കൊട്ടേഷൻ ചോദിക്കാം ആൾക്കാരോട്, എല്ലാവരോടും കൊട്ടേഷൻ കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാവുമോ നിങ്ങളാണ് നല്ല ട്രസ്റ്റബിൾ എല്ലാതും ഒക്കെ? ഇതൊക്കെ ഒരു വിശ്വാസത്തിലോട്ട് ചെയ്യണം. പിന്നെ അവര് നമ്മളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം ട്രാൻസ്പെറൻസി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു കമ്പനി സോഴ്സ് ചെയ്യുന്ന ഒരു കമ്പനി എന്തുമാത്രം ട്രാൻസ്പെറന്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഇപ്പൊ അഫ്സൽ ബ്രോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രോ കൊണ്ടുവരുന്ന ഒരു കൊട്ടേഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അല്ലാതെ ഞങ്ങൾ ത്രൂ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ അങ്ങനെയില്ല. കാരണം നമ്മൾ എപ്പോഴും പറയുന്നത്, ഞാനും അമലും കൂടെ പറഞ്ഞു, നമ്മൾ പണ്ട് സംസാരിക്കാം നമുക്ക് എന്തുകൊണ്ട് സോഴ്സിങ് മാത്രം നോക്കിക്കൂടാന്ന്. കാരണം സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ വെച്ചാൽ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് നമുക്ക് നമ്മുടെ മാർക്കപ്പ് കൂടി ഇട്ട് വിൽക്കാം, ഞങ്ങൾക്ക് ഒരു മാർക്കപ്പ് ഇടാം. പക്ഷെ നമ്മൾ എപ്പോഴും വെച്ചാൽ ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ ഇത് കൊണ്ടുവരുന്നത്. സോ അവർക്ക് മാക്സിമം നല്ലൊരു പ്രൈസ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. സോ എൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്ത്, ഇപ്പം അഫ്സൽ ബ്രോ നമ്മുടെ അടുത്ത് വന്ന് ഇന്ന സാധനം വേണം എനിക്കിത് കച്ചവടം ചെയ്യാൻ, അപ്പം നമ്മൾ അത് പോയി സോഴ്സ് ചെയ്യാനുള്ള ആളെ കണ്ടുപിടിച്ചു, കമ്പനി കണ്ടുപിടിച്ചു, ഞങ്ങളുടെ ലാഭം എല്ലാം കേട്ടിട്ട് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ബ്രോയ്ക്ക് അത് ഇവിടെ വർക്ക്ഔട്ട് ആകത്തില്ല. അപ്പം വെറുതെ അങ്ങനെ ചെയ്യാതെ എല്ലാം ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ കൊണ്ടുവരുന്ന കൊട്ടേഷൻ നമ്മൾ അതിൻ്റെ ഫുൾ ഡോർ ടു ഡോർ ഡെലിവറി പോലെ അതിൻ്റെ ലോജിസ്റ്റിക്സ്, ഡോക്യുമെന്റേഷൻ, പേപ്പർ എല്ലാം നമ്മൾ ചെയ്യും, കാൽക്കുലേഷൻസ് മൊത്തം. അപ്പം ആ ഒരു സർവീസും ഉണ്ട് നമുക്ക്. സോ ജസ്റ്റ് പ്രൊഡക്റ്റ് സോഴ്സിങ് മാത്രമല്ല, നിങ്ങൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പേയ്മെന്റ്സ് ഒക്കെ വേണേൽ ചെയ്യാം. നമുക്ക് അതിന്റെ ലോജിസ്റ്റിക്സിന്റെ കാര്യങ്ങളായിരിക്കും അതിന്റെ ഫീ ആയിട്ട് വരിക. അതിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് ആഡ് ചെയ്യാനുള്ള സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ നിൽക്കാവുള്ളൂ. പേയ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ തുടക്കക്കാരുടെ കേസ് പറയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ ചൈന സോഴ്സിങ്, ഗ്ലോബൽ സോഴ്സിംഗ് എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറെ കോഴ്സുകൾ വന്നു. ഇപ്പൊ ഈ തുടക്കക്കാർ ചിലപ്പോൾ ഈ കോഴ്സ് എടുക്കുന്നുണ്ടാവും, ഇത് എത്രത്തോളം ആപ്റ്റാണ്? അത് കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന സംഭവം. കാരണം അത് ഈ ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും ഒരു കോഴ്സ് പഠിച്ച് നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. കാരണം എല്ലാവരും പറയുന്നത് ഓക്കെ നിങ്ങൾ കോഴ്സ് എടുക്ക്, കോഴ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാം നമ്മൾ തന്നെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ പഠിക്കണം. അല്ലാതെ ഒരാൾ പറഞ്ഞു തരുന്നത് മാത്രം വെച്ചോണ്ടല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ? അല്ല, ഇന്ന് ചാറ്റ് GPT ഇല്ലേ, ക്ലോഡ് ഇല്ലേ, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ പോരെ.
ഇത് ഈ പറയുന്ന പല കോഴ്സുകളും പഠിപ്പിക്കുന്നത് ഇൻകോ ടേംസ് ഒക്കെ. ഇൻകോ ടേംസ് എന്ന് പറയുമ്പോൾ FOB എന്താ, CAF എന്താ, ഇങ്ങനത്തെ കാര്യങ്ങളും. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും 99% കോഴ്സുകൾ പറയാൻ പോകുന്ന കാര്യം. ഇതിനൊരിക്കലും നിങ്ങൾ പെയ്ഡ് കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അതിന് എക്സാമ്പിൾസാ നമ്മളെ ഒരു കോഴ്സ് എടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഇന്ന് ആരുടെ കയ്യിൽ ഫോണില്ലാത്ത, ഫോൺ എടുക്കുക. ഇന്ന് വീണ്ടും എളുപ്പാ, ഗൂഗിൾ ഒന്നും ചെയ്യണ്ട, ChatGPT ഉണ്ട്, ക്ലോഡ് ഉണ്ട്, AIs എല്ലാം കിടക്കുക. ഇത് ചുമ്മാ ചോദിച്ചാൽ മതി. ജസ്റ്റ് ചോദിക്കുക ഹൗ ടു സ്റ്റാർട്ട് ഇമ്പോർട്ടിങ്, അല്ലെ എന്താണ് ടേംസ്, അത് ചോദിച്ചാ സ്വന്തമായിട്ട് പഠിക്കുക. കാരണം നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്താൽ അറിയാമല്ലോ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങളൊരു ഡോക്ടർ ആവാൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആവാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു ബിസിനസ് മാൻ ആവാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺ ആവാനായിട്ട് പഠിപ്പിക്കുന്നില്ല, അല്ലേ? എന്തുകൊണ്ടാ? ഇറ്റ്സ് സംതിങ് വിച്ച് യു ഹാവ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്. എല്ലാ കാര്യങ്ങളും ബിസിനസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്തേ പഠിക്കത്തുള്ളൂ, ചെയ്ത് പഠിക്കേണ്ട സാധനം, അല്ലാതെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവിടാണ് ബ്രോ ചോദിച്ചാൽ ഈ കോഴ്സിന്റെ ഒരു പ്രശ്നം വരുന്നത്. കോഴ്സ് പഠിക്കുമ്പോ ആ ആൾക്കുള്ള ലിമിറ്റഡ് അറിവ് മാത്രമേ കോഴ്സിലുള്ളൂ. ആരും എല്ലാം അറിയാവുന്ന ആൾക്കാരല്ല. അപ്പൊ ആ ആളുടെ സാധനം മാത്രമേ നമ്മൾ ആ കോഴ്സിൽ പഠിക്കുന്നുള്ളൂ. നമ്മൾ സ്വയമേ പഠിക്കുമ്പോൾ നമ്മൾ വൈഡ് വെറൈറ്റീസ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ നമ്മൾ പോലും ഇപ്പൊ വെൻഡിങ് മെഷീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓരോരോ പ്രൊഡക്റ്റ് സോഴ്സിങ് ഇതിലേക്കൊക്കെ വന്ന് എത്തിയത് അങ്ങനെ. അതേസമയം നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂല. നമ്മൾ എന്താണോ കോഴ്സ് പഠിക്കുന്നത് അത് അപ്ലൈ ചെയ്യാനായിട്ട് മാത്രം ട്രൈ ചെയ്യുക. പുതിയതായിട്ടൊരു സംഭവം പഠിക്കാനായിട്ട് പിന്നെ നോക്കുന്നില്ല. നമ്മൾ അവിടെ പഠിച്ച സംഭവങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. പിന്നെ സോ നമ്മൾ ബിസിനസ്സിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിക്കുക. കോഴ്സ് എന്ന് പറയുന്ന ഒരിക്കലും പെയ്ഡ് എടുക്കരുത്. എപ്പോഴും നിങ്ങൾ ഫ്രീ ആയിട്ട് എവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അവിടെ നിന്ന് പഠിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത്ര നിർബന്ധം, നിങ്ങൾക്ക് നല്ല കോഴ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ എനിക്ക് മെൻഷൻ ചെയ്യാൻ തോന്നിയ സാധനം ഷാരിഖ് സംസുദ്ദീൻ. ചൈന സോഴ്സിംഗ് കോഴ്സ് ഉണ്ടോ? ചൈന സോഴ്സിംഗ് അല്ല, സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ്. ഈ കോഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, കേരളത്തിലുള്ള ഒരുമാതിരി എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അല്ലല്ല, പുള്ളിയാണ് ഒരുമാതിരി ഞാൻ അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങൾ അല്ലെ. പുള്ളി കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഒരു ഗ്രാഫ് നോക്കിയോ ആ കോഡ് കഴിഞ്ഞപ്പോ നേരെ മേളിലേക്ക് മനസ്സിലായി. അത് ഭയങ്കര A to Z കാര്യങ്ങൾ ആള് നല്ല വൃത്തിക്ക് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റിയല്ല. അല്ല, അപ്പൊ വേറെ ഈ ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് വേറെ കോഴ്സുകളുണ്ട്. ഈ പുള്ളി ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു തരത്തില് ബിസിനസ് ആണ്. ലൈക്ക് അതുപോലത്തെ എന്ത് ബിസിനസ് ആണെങ്കിലും ചെയ്ത് എക്സ്പീരിയൻസ് കൊണ്ടേ നമ്മൾ എത്തുള്ളൂ. അല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കോഴ്സ് എടുത്തുകൊണ്ട് നമ്മൾ നാളെ കോടീശ്വരനൊന്നും ആകത്തില്ല. അപ്പൊ ചെയ്ത് പഠിക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു വേ കാണുമല്ലോ, നമുക്ക് എന്താണ് സ്കിൽ എന്നുള്ളത് മനസ്സിലാക്കി അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ആ ആള് പറഞ്ഞ് ഈ സ്ട്രാറ്റജിയിൽ എടുത്ത അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പരിപാടികൾ. അതുപോലെ ബിസിനസ്സിൽ ഇങ്ങനെ തന്നെ അവര് പറഞ്ഞു തരുന്ന സ്ട്രാറ്റജിയിൽ ബിസിനസ് ചെയ്യണം, അന്നേരമാണ് ഗ്രോത്ത് ഉണ്ടാ. അങ്ങനെ ഇല്ല, എക്സ്പീരിയൻസ്. മനസ്സിലായി. നമ്മുടെ ഈ ബിസിനസ്സിൽ കുറെ സ്കാം ഉള്ള ഒരു ബിസിനസ് ആണത്. പിന്നെ വളരെയധികം. എന്തൊക്കെയാണ് കോമൺ സ്കാംസ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഈ പറയുന്ന പോലെ സാമ്പിൾ എടുക്കാതെ ഒരു പ്രോഡക്റ്റിന് അഡ്വാൻസ് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇല്ല, ഭാഗ്യം കൊണ്ട് ഇതുവരെ വന്നിട്ടില്ല. അതൊക്കെ വളരെ സ്കാം നടന്നവര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുമ്പ് ശാലക്ക് പറഞ്ഞ പോലെ തന്നെ പൈസ അയച്ചു കൊടുത്തിട്ട് അവിടെ ബ്ലോക്ക് ആയി കിടക്കുന്ന ഓരോ ഇഷ്യൂസ് പറഞ്ഞ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അല്ല, ആ സ്കാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മള് കുറെ ഇപ്പൊ ഒരു 1 month മുന്നേ ഇതുപോലെ നമുക്കറിയാവുന്ന ഒരാൾ തന്നെ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ തന്നെ, ആള് ചൈനയിൽ സോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് വേണ്ടത് 2 ലക്ഷം രൂപയുടെ സാധനമാണ്. പക്ഷെ ആ ഏജൻസി അല്ല കമ്പനി ആളുടെ മേടിച്ചത് ലോജിസ്റ്റിക്സിന് എല്ലാം കൂടെ 1.5 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റിന് ലോജിസ്റ്റിക്സ് മാത്രം 1.5 ലക്ഷം രൂപ. അപ്പൊ ആ ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? അപ്പൊ നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ച് കാര്യങ്ങളൊക്കെ ആ ആളുമായിട്ട് കൺവേ ചെയ്യും. അപ്പം അതാണ് പ്രശ്നം. ഇതിനകത്ത് സ്കാം അവിടെ വരുന്നത്. ഇപ്പം ഓരോരോ ചാർജസിന്റെ കാര്യം ഇപ്പം നമ്മൾ ഈ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഓരോ ചാർജസിന്റെ കാര്യം പറഞ്ഞു. ഇത് കൂടാതെ ചുമ്മാ അഡീഷണൽ കുറെ ചാർജുകൾ അത് ഇങ്ങനെ അതാണ് പ്രശ്നം. ആ ട്രാൻസ്പെറൻസി വേണം എപ്പോഴും. ഇപ്പം ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന അല്ലെ MXN ഗ്ലോബലിന് നമ്മുടെ കമ്പനിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു വേ അതാണ്. നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക അവരെ. അല്ലെങ്കിൽ ഇപ്പം 10% ഡ്യൂട്ടി വരുന്ന സാധനത്തിന് നമ്മൾ ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് 50% കൂടുതൽ അടക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കോട്ട് എടുത്തിട്ട് വരാൻ നമ്മുടെ അടുത്ത് സോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കാൻ കൂടെ ചെയ്യുന്നത്. നിങ്ങൾ ഇത് നോക്കിക്കോ,
ഇന്ന സംഭവത്തിൽ കയറി നോക്കി. ഇപ്പോൾ ഒരു ഡ്യൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടി പറയുന്നതിലും കൂടുതൽ നിങ്ങൾ കസ്റ്റംസിൻ്റെ വെബ്സൈറ്റിൽ കയറി ഡ്യൂട്ടി നോക്കുക. ഡ്യൂട്ടി അടയ്ക്കുന്ന സാഹചര്യം വരുമ്പോൾ ഇതിപ്പം സ്വന്തം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡിൽ ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടേതാണേ പോലും നമ്മൾ പറയും ഇത്രയാണ് ഞങ്ങൾ അയച്ച ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ചെല്ലാനെടുത്ത് വരെ കാണിച്ചു കൊടുത്ത സിറ്റുവേഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് സംശയം വന്നിട്ട് ഞങ്ങൾ ചെല്ലാനെടുത്ത് അങ്ങ് കൊടുത്തു, ബ്രോ പോയി അടച്ചോ, ഇത് നേരെ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ബ്രോ ചെല്ലാൻ വെച്ച് അങ്ങ് അടച്ചോ. ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ബിസിനസ്സിൽ. കാരണം ആർക്കും അറിയത്തില്ല. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലെ സ്കാമിൽ പെട്ടു, ഇതുപോലെ പൈസ പോയി, ഇതെന്താ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഇത് ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കാമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസേൺ ആയിട്ട് നിൽക്കണം, അല്ല ചാടി കയറി ചെയ്യരുത്. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഡൊമസ്റ്റിക് ആയിട്ടും ജസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ജസ്റ്റ് ഡൊമസ്റ്റിക്കും ഒന്ന് അന്വേഷിച്ചേക്കുന്നു. അതെ അതെ. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ചൈനയ്ക്ക് പോയി, ചൈന അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണ്ടോ സോഴ്സ് ചെയ്യാൻ? പിന്നെ വിയറ്റ്നാം വേറെ വിയറ്റ്നാം ഒരു നല്ല രാജ്യമാണ്. ഇന്തോനേഷ്യ. ജപ്പാൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ ഒരാൾ ഇപ്പൊ ഞാൻ വന്ന് നിങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കുമോ? ഇപ്പൊ ചൈന, വിയറ്റ്നാം എല്ലായിടത്തും എവിടുന്നാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നത്, അങ്ങനെയാണോ എൻ്റെ അടുത്ത് പറയാം? അങ്ങനെ ഇപ്പൊ ബ്രോഡ് പ്രോഡക്റ്റ് എന്താന്നാ നോക്കുന്നത്. ഓക്കെ. ഇപ്പം പ്ലൈവുഡിന്റെ കേസിലൊക്കെ നമുക്ക് പല സാഹചര്യങ്ങളിലും വിയറ്റ്നാം, ഇന്തോനേഷ്യ ആണ് നല്ല സപ്ലൈ. പ്ലൈവുഡ് ഏറ്റവും നല്ല പെരുമ്പാവൂരല്ലേ? അല്ല, അവിടാണ് നമ്മൾ പറഞ്ഞ ഡൊമസ്റ്റിക്കിന്റെ കാര്യം നോക്കണോന്ന് പറഞ്ഞു. നമ്മൾ തുടക്കത്തില് പറഞ്ഞല്ലോ, നമ്മളൊരു പ്രോഡക്റ്റിലേക്ക് ഇറങ്ങുമ്പോ അതിന്റെ ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടാ മാനുഫാക്ചറിങ്, അല്ല ഇന്ത്യയിലെ മാനുഫാക്ചർ തരുന്ന കോട്ട് കാര്യങ്ങള്, അതിന്റെ ക്വാളിറ്റി ഡിഫറൻസും വരും. അപ്പൊ ഇതെല്ലാം പഠിച്ചതിന് ശേഷമേ ഈ ഇതൊക്കെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ നിൽക്കാവുള്ളൂ നമ്മൾ പറയുന്നതിന്റെ ഒരു കാര്യം അതാ. അപ്പം ഇപ്പൊ ചോദിച്ച പോലെ പെരുമ്പാവൂരില്ലേ സാധനം, പിന്നെ എന്തിനാ നമ്മൾ വിയറ്റ്നാമിൽ? പെരുമ്പാവൂർ വലിയൊരു മാർക്കറ്റാണ് പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ. പിന്നെ ഈ പറയുന്ന പോലെ ചില ലോ കോസ്റ്റ് പ്ലൈവുഡുകൾ ക്രിയേറ്റിംഗിന് വേണ്ടിയൊക്കെ ഉള്ള ചില ഭയങ്കര ലോ കോസ്റ്റ് ആയിട്ടുള്ള പ്ലൈവുഡുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. വിയറ്റ്നാം ഒക്കെ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് വളരെ നമുക്കത് ടേബിൾ ഒന്നും ഉണ്ടാക്കാനുള്ളതല്ല, റേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലൈവുഡുകളൊക്കെ അത് വളരെ ലോ കോസ്റ്റ് സാധനമാണ്. അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഇറക്കുന്നവർക്ക് ലാഭം ചെയ്യുന്നവരുണ്ട്. അല്ല, ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് പോലും ഓരോ വ്യത്യാസങ്ങൾ, അതിന്റെ വെറൈറ്റീസിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ നമ്മൾ ഇവിടെ ഇല്ലാന്നല്ല ഒരു പറയാ. ഇപ്പൊ ഇവിടെ സോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഇവിടെ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആളുകൾ. പ്ലൈവുഡിന്റെ കാര്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പ്ലൈവുഡിന് BAS ഉണ്ട് കേട്ടോ. അതെ അതെ, BAS. പ്ലൈവുഡ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പ്ലൈവുഡ് നേരെ ഇറക്കാനായിട്ട് പോയല്ലോ, അതിന് BAS ഉണ്ട്. അതിന് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കണം. അതെ അതെ അതെ. അതുകൊണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റ് പഠിക്കുക, അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യാൻ നിൽക്കുക. ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളെല്ലാം പഠിക്കുക. അതുകൊണ്ടാണ് കോഴ്സ് എടുക്കുക ചെയ്യുന്നത് പറയുന്നത്. കോഴ്സിൽ ആരും ഇതൊന്നും പറയത്തില്ല, സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്കി നോക്കാൻ. കാരണം എല്ലാവരുടെയും വിചാരം വെച്ചാൽ ഇന്ന് ഞാൻ പ്രോഡക്റ്റ് വിറ്റ് നാളെ ഒരു കൊട്ടേഷൻ ആവാന്നുള്ളതാണ്. ഇതൊരു സ്ലോ പ്രോസസ് ആണ്. ബിസിനസ് ടൈം എടുക്കുന്നത് വളരെ പറയുന്നത് ഒരു ടൈം ടേക്കിംഗ് ആൻഡ് സ്ലോ പ്രോസസ് ആണ്. ആരും 30ാമത്തെ വയസ്സിൽ ഒരു ബില്യനെയർ ആയത് വളരെ ലെസ് നമ്പർ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വരലാവുന്ന ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാവരുടെയും ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് എന്തുമാത്രം കൂടുതലാണ് ഒരു ബില്യനെയർ ആവാനായിട്ടുള്ളത്. അതെ, നമ്മൾ ചൈനീസ് മാനുഫാക്ചർ ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 100 ബില്യൻ്റെ ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്ന് മാത്രം. എപ്പോഴാണ് ഒരു ടൈം വരെ നമുക്ക് തന്നെ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യാം എന്നുള്ളൊരു ടൈമൊക്കെ വരുന്നുണ്ടാവും? മാനുഫാക്ചറിങ്ങിനെ പറ്റി എന്നെക്കാളും നന്നായിട്ട് പറയാൻ പറ്റുന്ന ആളിതിന്റെ ബിസിനസ്സിലാണ്. മാനുഫാക്ചറിങ് ആണ്. ഇപ്പം അഫ്സൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ എന്നോട് ചോദിച്ചു വിയറ്റ്നാമിൽ നിന്ന് എന്തിനാ പെരുമ്പാവൂരല്ലേ ഉള്ളതെന്ന് ചോദിച്ച പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ സോഴ്സ് ചെയ്യാൻ പറ്റും പല പ്രൊഡക്റ്റുകളും. ഇപ്പം ഈ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പോൾ പല പ്രൊഡക്റ്റുകളും ഞങ്ങൾ ഓരോരോ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് സോഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് മാത്രമല്ല കൊടുക്കുക, അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് എവിടെ ചീപ്പായിട്ട് കിട്ടാം, അവർക്ക് ബിസിനസ്സിൽ കൂടുതൽ പ്രോഫിറ്റ്. ₹1 ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഇറക്കുന്ന റോ മെറ്റീരിയലിൽ ₹1 കുറവുണ്ടെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്ത് പ്രൊഡക്റ്റ് ആക്കി വിൽക്കുമ്പോൾ അവർക്കത് അവിടെ ലാഭം കിട്ടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ പ്രൊക്യൂർമെന്റ് മാനേജിങ് കമ്പനിയായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ. ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ചൈനയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പലയിടത്തു നിന്നായിട്ട് നമ്മൾ ലോ റേറ്റിൽ എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നു. കാരണം അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ BYQ, ബ്രിങ് യുവർ കൊട്ടേഷൻ. നിങ്ങൾ നിങ്ങളുടെ കൊട്ടേഷൻ കൊണ്ടുവരിക, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന പ്രൈസ് അതിൽ നിന്ന് എവിടുന്ന് ₹1 താത്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കി നമ്മളത് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിച്ചാൽ നമ്മളിപ്പോൾ ഒരു റേറ്റ് പോയി പറയുന്നതിൽ എപ്പോഴും നല്ലത് നിങ്ങളുടെ കൊട്ടേഷൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് പറഞ്ഞു, അതിലും താത്ത് തരാൻ പറ്റുമോ എന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാം. വർക്ക് ചെയ്ത് സാധനം തന്നാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി പറയാം, എന്താ വേണ്ടത്, ഏത് പ്രൊഡക്റ്റാ വേണ്ടത്. അപ്പൊ അത് നമ്മൾ ഫുൾ റിസർച്ച് ചെയ്യും, ഇവിടെ എവിടെ കിട്ടും. നമ്മൾ അവിടെ ചെന്ന് നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് ഏത് പ്രൈസ് കിട്ടിയാൽ ലാഭകരമാകും, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ കിട്ടുന്ന പ്രൈസ് അത് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇതൊരു പ്രോസസ്സാണ് അതില്. കാരണം ആ കമ്പനി ഒരു മാനുഫാക്ചറിങ് സെക്ടറിന് എപ്പോഴും റോ മെറ്റീരിയൽസിലെ ചേഞ്ച് വരുമ്പോഴാണ്. ഇപ്പൊ ഈവൻ ദോ
എനിക്കൊരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്, ഞാൻ എൻ്റെ സ്റ്റീൽ സോഴ്സ് ചെയ്യുന്നത് MX ഗ്ലോബലിൽ നിന്നാണ് വിത്ത് മാർജിൻ, അല്ലാണ്ട് ഫ്രീ നമ്മൾ കോസ്റ്റിലൊന്നും അല്ല. അപ്പം അപ്പം എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, എൻ്റെ കമ്പനിയിൽ കിട്ടിയ ബെനിഫിറ്റ്, ഞാൻ ഈ റോ മെറ്റീരിയൽ വെച്ച് എൻ്റെ പ്രൊഡക്റ്റ് ഇറക്കി അത് സെയിൽ ചെയ്യുമ്പോൾ ഈ റോ മെറ്റീരിയലിൽ വന്ന വ്യത്യാസം എനിക്ക് പ്രോഫിറ്റിൽ കാണിക്കും. അവിടാണ് നമ്മളെ പ്രൊക്യൂർമെന്റ് കമ്പനികൾ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യാം. കാരണം നാട്ടിൽ ഇവന്റെ മെയിൻ മാനുഫാക്ചറിങ് സ്റ്റീൽ ബേസ്ഡ് ആയിട്ടാണ്. സോ സ്റ്റീൽ ബേസ്ഡ് ആയിട്ട് നാട്ടിൽ കിട്ടുന്നതിലും വളരെ പ്രൈസ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട്. മറ്റിടത്തൊന്നും ചെയ്ത് അപ്പം ഓൾറെഡി എൻ്റെ കമ്പനി ത്രൂ അത് നമ്മൾ സക്സസ് ആക്കി, നമ്മൾ പരീക്ഷിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ തന്നെ ചെയ്ത എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റീൽ ഇറക്കി നോക്കി. അപ്പം ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ എൻ്റെ കമ്പനിയിൽ ചെയ്യുമ്പോൾ ഐ എം പ്രോഫിറ്റബിൾ, കുറച്ചുകൂടെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടും എനിക്ക്. ഇതേ സെയിം സാധനം നമ്മൾ മറ്റ് കമ്പനികളെയും അറിയിച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പനികൾ നമ്മളിൽ നിന്ന് സ്റ്റീല് അങ്ങനത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ സോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ഒരു സോഴ്സിങ് ഏജന്റ് പോലെ ആക്ട് ചെയ്യും. മനസ്സിലായി. ഇത് പറഞ്ഞപ്പോൾ സ്റ്റീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ചൈനയെക്കാളും ലാഭകരമായിട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു പ്രോഡക്റ്റ് സ്റ്റീലൊക്കെ. ഇന്ത്യ തന്നെ നമുക്ക് അതിലും വലിയൊരു പ്രൊഡ്യൂസറാണ് ഇന്ത്യ. ചൈന ഓഫ് കോഴ്സ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കാര്യത്തിലൊക്കെ വലിയ പ്രൊഡ്യൂസറാണ്. പക്ഷേ ഇന്ത്യയും വലിയ പ്രൊഡ്യൂസർ ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുബായിലോട്ടൊക്കെ ടാറ്റ സ്റ്റീൽ വെച്ചിട്ടാ. ഞാനത് ആദ്യമായിട്ട് കേൾക്കണം അതെ. കേട്ടോ. പിന്നെ ലൈക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ സ്റ്റാർട്ടപ്സിൽ പുതിയ സ്റ്റാർട്ടപ്സ് ഇറങ്ങുന്നുണ്ട്. ടെക് സ്റ്റാർട്ടപ്സിനാണ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ മാനുഫാക്ചറിങ് രീതിയിലുള്ള സെഗ്മെൻറ്റ് ഇറങ്ങുന്നത്, അതും യങ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ബ്രോ അതിൽ ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ഇറങ്ങാനുള്ളൊരു മോട്ടീവ് എന്താ? പിന്നെ ആൾക്കാർ ഇതൊക്കെ ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ വളരെ ബാക്കൗട്ടാണ്. ഐ മീൻ നമ്മൾ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ നമ്പർ 1 ആണ്, ഗുജറാത്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് കേരളം കുറച്ച് ബാക്കൗട്ടാണ് മാനുഫാക്ചറിങ് സെക്ടറിൽ. ഇത് ഇമ്പ്രൂവ് ആക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ബ്രോ ആ സെക്ടറിൽ ഇറങ്ങിയ ഒരാളാണ്. ഇതെന്താ ഒരു അഡ്വൈസ് കൊടുക്കാണ്ടെങ്കിൽ എന്താവും അതൊക്കെ ഇറങ്ങാൻ പോകുന്ന ആൾക്കാർക്ക്? അല്ല, ഇപ്പം മാനുഫാക്ചറിങ് ബ്രോ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഈ ടെക്കാണ് സ്റ്റാർട്ടപ്സ് എന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുക ആൾക്കാർ IT സോഫ്റ്റ്വെയർ ഇങ്ങനത്തെ പരിപാടികളാണ്. അല്ലെങ്കിൽ പുതിയൊരു കമ്പനി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം സോഫ്റ്റ്വെയർ ടെക്ക് ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായി. അപ്പം ഇപ്പം മാനുഫാക്ചറിങ്ങിന്റെ കാര്യം പറഞ്ഞാല് ഇപ്പൊ AI ബൂമിങ്ങാ. AI ഒരിക്കലും മാനുഫാക്ചറിങ്ങിൽ ഒരു സ്കിൽ ലേബറിനെ നിലവിലത്തെ സാഹചര്യത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരുപാട് ആളുകൾ ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക AI മൂലം. അപ്പം അവർക്ക് ഈ ടെക്ക് അല്ലാണ്ട് വേറെ സ്കില്ലുണ്ടെങ്കിൽ അത് മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്താൽ അവർക്ക് അവിടെ എക്സിസ്റ്റൻസ് ഉണ്ട്. കാരണം ഒരിക്കലും നമ്മളെ ഒരു AI വന്നിട്ട് ഒരു മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്ത് പോകത്തില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ, ഭാവിയിലല്ല, നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഫങ്ഷണൽ ആയിട്ടുള്ള റോബോട്ടിക് ആംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിയുമ്പോഴത്തേനും നമുക്ക് വെയർ ഹൗസിലൊക്കെ എപ്പോഴും ലൈക്ക് ഇപ്പൊ ടെസ്ലയുടെ മാനുഫാക്ചറിംഗ് നോക്കുകയാണെങ്കിൽ ഫുള്ളി റോബോട്ടാണ്. ലാർജ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിലെ ചെറിയ മാനുഫാക്ചറേഴ്സിന് ഇത് പറയുന്ന പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മള് മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മാനുഫാക്ചറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ് ഇതെല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നാളെ നമുക്ക് കേരളത്തിൽ ഒരു പാലം വേണമെങ്കിൽ അത് AI കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ആളുകൾ ഇപ്പൊ ഭായിമാര് ഇവിടെ നിന്ന് പോയി ഇലക്ഷന്റെ സമയത്ത്, അതെ ഇലക്ഷന്റെ സമയത്ത് കൺസ്ട്രക്ഷൻ മേഖല മൊത്തത്തിൽ മൊത്തത്തിൽ സ്റ്റക്കായിരുന്നു. ഇതിപ്പോ നമ്മുടെ പോഡ്കാസ്റ്റിൽ 3ാമത്തെ ആളത് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു. മറ്റേ ഹോട്ടൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടും മറ്റേ ബംഗാളികൾ നാട്ടിൽ പോയപ്പോൾ കേരളത്തിൽ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷന്റെ ആ ഒരു ഇലക്ഷൻ ടൈം ആയപ്പോഴത്തേന് പണിയാരെല്ലാരും കൂടെ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് തിരിച്ചു പോയി. പിന്നെ അവർ തിരിച്ചു വരുന്നുമില്ല. അപ്പൊ തന്നെ ഒരു 4 to 5 months നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല ഫുള്ളി ഡൗൺ ആയി, സ്റ്റോപ്പ് ആയി നിൽക്കുകയായിരുന്നു. മനസ്സിലായി. ബ്രോയുടെ കമ്പനി ടെക്നോറിക്സ് ഗവൺമെന്റ് പ്രൊജക്ടുകൾ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഗവൺമെന്റ് പ്രൊജക്ടുകൾ നമ്മള് ഫർണസുകൾ, ചിമ്മിനികൾ, അങ്ങനത്തെ മാനുഫാക്ചറിങ് ഇത് മിഷനറീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാല് ഞാനൊരു ഇതുപോലൊരു ഗവൺമെന്റ് പ്രൊജക്ട് അല്ലെ ഒരു മാനുഫാക്ചറിങ് ഇറങ്ങിയപ്പോൾ എല്ലാവരും ആദ്യം നോ ഇതെന്തിനാന്നുള്ള രീതിയിൽ ഈ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് നമ്മളെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ആദ്യം കണ്ടത്. കാരണം കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള കോൺട്രാക്ടേഴ്സിന് പൈസ കിട്ടുന്നില്ല, അപ്പം ഇത് കുറെ ടൈം എടുക്കും, ഭയങ്കര വലുതാണ്. ഇപ്പൊ ഈ വർഷം ചെയ്യുന്ന പ്രൊജക്ട്, ഇപ്പൊ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം ചെയ്ത പ്രൊജക്ടുകൾക്ക് ഇപ്പോഴും പൈസ കിട്ടാനുണ്ട്. പക്ഷെ ഞാൻ കണ്ടത് അതിലൊരു ഗ്യാപ്പാ.
ഇപ്പം നിലവിൽ ഒരു ഗവൺമെൻറ് കോൺട്രാക്ടർ അല്ലെങ്കിൽ കോൺട്രാക്ടിങ് ചെയ്യുന്ന ഒരാൾ, മാനുഫാക്ചർ ചെയ്ത് ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ ഒരു പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിയിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു 10-65 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാളെ പലയിടത്തും ചെല്ലുമ്പോൾ ആരാ ഇതിൻ്റെ ഓണമെന്ന് ഞാൻ തന്നെയാ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഈ ഒരു റിയാക്ഷൻ ഇവരാണോ ഇത് എന്നുള്ളൊരു ആളുകൾ വരുന്നില്ല. കാരണം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ഈ ഫീൽഡിലേക്കേ വരുന്നില്ല, ഇതിൽ നിന്ന് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോവുക. അങ്ങനെ ഇനി ഇത് കുറച്ച് നാളൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ഇവിടെ ഉള്ള കൂടുതലും വർക്കുകൾ എടുക്കുക തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര അങ്ങനെയുള്ള ഗവൺമെന്റ് പ്രൊജക്ട്സ് കൂടുതലും അവർ ഗവൺമെന്റ് സപ്ലൈ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെച്ചൊരു ടെൻഡർ ഉണ്ടായിരുന്നു. ടെൻഡറിന്റെ ആകെ 3 പേരെ വെച്ചിട്ടുള്ളൂ. ആകെ കേരളത്തിൽ നിന്ന് ഒറ്റ കമ്പനി നമ്മൾ മാത്രമേ ഉള്ളൂ. 150 സ്റ്റീലിന്റെ ഒരു 150 ടൺ സ്റ്റീലിന്റെ ഒരു പ്രൊക്യൂർമെന്റ് കേരളത്തിൽ നിന്ന് ആകെ വെച്ചത് ഞങ്ങളുടെ കമ്പനിയാണ്. ബാക്കി വെച്ചിരിക്കുക ചെന്നൈയിൽ ഒരു കമ്പനി, ചെന്നൈ, മഹാരാഷ്ട്ര, അവരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈവൻ ദോ ഇതുപോലുള്ള മിഷനറീസും ബാക്കി മാനുഫാക്ചർ ചെയ്യുന്നതിലും മറ്റു കമ്പനികൾ നമ്മുടെ ഇവിടുത്തെ ഇപ്പം നമ്മൾ അടയ്ക്കുന്ന ടാക്സ് കൊണ്ടാണ് ഗവൺമെന്റ് ഇതെല്ലാം ചെയ്യുക. മനസ്സിലായി. അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ആകുന്നതിന് പകരം മറ്റ് സ്റ്റേറ്റിലുള്ള കമ്പനികൾ ഇത് പുറത്തേക്ക് പോവുക. അപ്പം ഇത് അവിടെ ചെല്ലുമ്പോൾ ആ സ്റ്റേറ്റിലുള്ള ഈ GST ടാക്സും എല്ലാം കിട്ടത്തുള്ളൂ. അപ്പം അതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇപ്പം അതിന് ഗവൺമെന്റിനോട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുക. എന്ന് വെച്ചാൽ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഇത്രയും ലോങ് ആയിട്ട് പോകാതെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് കോൺട്രാക്ടേഴ്സ് റെഡിയാണ്. അപ്പം അതിനെ ഒന്ന് സ്മൂത്ത് ആക്കുക. അപ്പം അത് ഗവൺമെന്റിനോടാണ് നമുക്ക് പറയാനുള്ളത്, അല്ലാതെ ഒരു ഇൻഡിവിജ്വലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി യങ്സ്റ്റേഴ്സ് ഇതിലോട്ട് വരും. കാരണം ആ ഒരു സ്മൂത്ത് അല്ലാത്തൊരു വേ, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആരും ഇതിലേക്ക് വരാത്തത്. കാരണം ആരും വരുന്നില്ല എന്നല്ല, വരുന്ന ആളുകൾ ആ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരുന്നതുകൊണ്ട് സക്സസ് ആകുന്നത്. അതാരും എല്ലാവരും ഇതുപോലെ ഈ IT അല്ലെ ടെക്കിൽ നിന്ന് മാറി മാനുഫാക്ചറിങ് അല്ലെ ഗവൺമെൻറ് കോൺട്രാക്ടിങ്ങിലേക്കൊക്കെ വരണമെങ്കിൽ അത് ഗവൺമെൻറ് അതിനെ സ്മൂത്ത് ആക്കണം. സ്മൂത്ത് ആക്കി കഴിയുമ്പോൾ ആളുകൾ വരും. ഇത് കൂടുതലും ബെറ്റർ ആയിട്ട് കേരളത്തിൽ തന്നെ മാനുഫാക്ചറിങ് കമ്പനികൾ കൂടുതൽ ഉണ്ടാവും. അതുപോലെ എനിക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള സംബന്ധിച്ചാൽ ഈ പറയുന്ന പേറോൾ സൈക്കിള് അല്ലെങ്കിൽ ഈ പറയുന്ന പേയ്മെന്റ് സൈക്കിള് വളരെ ഇൻക്രീസ് ആയി കഴിയുമ്പോൾ 1 ഇയർ 6 months to 1 year ഒക്കെ വന്നു കഴിയുമ്പോൾ 6 months to 1 year ഒക്കെ ആവുമോ? 6 months നോർമലി ഒരു ടൈം വരുന്നത് 60 to 120 days അല്ലേ? ഇല്ല ആ പേയ്മെന്റ് സൈക്കിൾ ഇല്ല. അങ്ങനത്തെ ഒരു പേയ്മെന്റ് സൈക്കിൾ കിട്ടണമെങ്കിൽ വലിയ പാടാ. അത് ചില ടെൻഡറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 to 60 days മെൻഷൻ ചെയ്യാത്ത ഒരു ഫിക്സഡ് സൈക്കിൾ ഇല്ല. എപ്പോഴാണോ അത് ആ ഗവൺമെന്റിൽ ഇരിക്കുന്ന ആൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്തായിരിക്കും ചിലപ്പോൾ വരിക. അല്ലെങ്കിൽ ഞാൻ പറയില്ല ഇപ്പം 2022 നമ്മൾ ഒരു ഡൗൺ പോയെന്നെ ഇതുപോലെ ഫണ്ട് സ്റ്റക്ക് ആയതാണ്. നമുക്കൊന്നും വേറെ ചെയ്യാനില്ല. കാരണം നമ്മൾ ഗവൺമെന്റ് ഫുൾ ക്യാപിറ്റൽ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഫണ്ട് മൊത്തത്തിൽ സ്റ്റക്കായി. നമ്മുടെ പിന്നെ നമുക്ക് റേസ് ചെയ്യാനുള്ള ഫണ്ടില്ല. കമ്പനി അങ്ങ് നേരെ ഡൗണിൽ ഞാൻ പറഞ്ഞു സീറോയിൽ നിന്ന് മൈനസിലേക്കാണ് വന്നത്. അപ്പൊ നമുക്ക് അന്നേരം നമ്മൾ അതിനെ മാനേജ് ചെയ്ത് വലിയ പ്രൊജക്ടുകൾ സ്റ്റോപ്പ് ചെയ്തു, ചെറിയ ചെറിയ പ്രൊജക്ടുകളിലേക്ക് എന്നുവെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പം നമ്മുടെ കയ്യിൽ അതിനുള്ള ക്യാപിറ്റലേ ഉള്ളൂ. നമ്മൾ ഫുൾ സീറോയിൽ തുടങ്ങിയ ഒരാളാണ്, അല്ലാതെ വലിയൊരു ഫണ്ട് കൊണ്ടുവന്നിട്ടല്ല ചെയ്ത്. അപ്പം നമുക്കത് സ്റ്റോപ്പ് ചെയ്താൽ പറ്റുള്ളൂ. അത് മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്രയും വർഷം ഇതിനകത്ത് പിടിച്ചു നിന്നു. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല പ്രൊജക്ടുകൾ ചെയ്യുന്നു. ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 കോൺട്രാക്ടിങ് ഏജൻസിയാണ്, ലേബർ കോൺട്രാക്ട് ഏജൻസിയാണ് ഊരാളുങ്കൽ. അവർ നമ്മുടെ ക്ലൈൻ്റ് ആണ്. അതുപോലുള്ള പ്രൊജക്ടുകളിലൊക്കെ നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റിയത് അത് ഈ സ്ട്രഗിൾ ഇങ്ങനെ നമ്മൾ സഹിച്ച് ഇങ്ങനെ വന്നത്. അത് കുറച്ചുകൂടെ ബെറ്റർ ആയാലും ഇനി ആളുകൾ വരും. അത് ഈ പേറോൾ സൈക്കിൾ ബെറ്റർ ആയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പല ടെൻഡറുകളിലെയും കോട്ടിംഗ് എമൗണ്ട് കുറയും. അതെ, ഇത്രയും പ്രോഫിറ്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം ആൾക്കാർ ഇത് കോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കുന്നത് എനിക്ക് 6 മാസം 1 വർഷം കഴിഞ്ഞാൽ പേയ്മെന്റ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്രയും ചെറിയ എമൗണ്ട് ഇത് കോട്ട് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടെ എക്സ്ട്രാ കോട്ട് ചെയ്തേ പോകത്തുള്ളൂ. ഗവൺമെന്റിന് ആ പൈസയാണ് പോകുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവും. ഈ പറയുന്ന പോലെ 6 മാസം തൊട്ട് 1 വർഷം വരെ പേയ്മെന്റ് കിട്ടാൻ എടുക്കുന്ന ഒരു സാധനത്തിൽ ഇടുന്ന എഫേർട്ട് ആയിരിക്കും എനിക്ക് 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കിട്ടുന്ന ഒരു വർക്കിൽ ഞാൻ ഇടുക. കാരണം അതിൻ്റെ അകത്തൊരു സൈക്കോളജി ഉണ്ട്. ഇപ്പം അഫ്സൽ ബ്രോ ഇതുപോലെ ചെയ്യുക, ഒരു 1 CR മുടക്കി ഒരു പ്രൊജക്ട് ചെയ്തു. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ആ 1 CR മുടക്കി ഒരു പ്രൊജക്ട് ചെയ്തിട്ട് ഒരു 1 year വെയിറ്റ് ചെയ്യുക. ഈ 1 CR നമ്മുടെ ഫുൾ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഈ 1 CR ഡിപ്ലോയ് ചെയ്ത് നമ്മൾ ഈ പ്രൊജക്ട് ഇങ്ങനെ നിൽക്കുക, പൈസ ഒന്നും കിട്ടുന്നില്ല, ഒരു 1 year ആയി, നമ്മളങ്ങ് സ്ട്രഗ്ലിങ്. അത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മനസ്സിനുള്ളിൽ തോന്നാം നെക്സ്റ്റ് പ്രൊജക്ട് എടുക്കുമ്പോൾ ഇതിപ്പോൾ അടുത്ത് ഇത്ര ടൈം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ പിന്നെ ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ 2 ചാക്ക് സിമെന്റ് കുറച്ചേക്കാം, അത് ആ ഒരു ലാഭം കിട്ടട്ടെ, ഈ 1 year കഴിഞ്ഞിട്ടല്ലേ കിട്ടൂ എന്നുള്ള ആ ഒരു
സൈക്കോളജി വർക്കൗട്ട് ആവും. അപ്പം അതേസമയം കറക്റ്റായിട്ട് പേയ്മെന്റ്സ് പോവുക. നമ്മൾ ഇന്ന് ചെയ്ത് നാളെ രാവിലെ പൈസ കിട്ടണമെന്നല്ല പറയുന്നത്. പ്രൊജക്ട് ചെയ്തു, പെട്ടെന്ന് തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം വന്ന് ഒരു 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 30 to 60 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ്സ് കിട്ടിയാൽ കോൺട്രാക്ട് വർക്കിൽ വളരെ ബെനിഫിഷ്യൽ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ആത്മാർത്ഥത വരും. ഓക്കെ, എനിക്ക് പേയ്മെന്റ് കിട്ടി, നെക്സ്റ്റ് വർക്ക് എല്ലാത്തിലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. മനസ്സിലായി. അതാണ് അതിന്റെ ആ ഒരു വേ. മനസ്സിലായി. അപ്പോൾ നമ്മൾ ഏകദേശം ലാസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ലൈക്ക് നിങ്ങൾക്കിപ്പോൾ കരിയർ തുടങ്ങിയിട്ട് കുറേ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവും. ഔട്ട് ഓഫ് ഓൾ ദാറ്റ് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്താ? അഡ്വൈസ് നമ്മുടെ ഓഡിയൻസിനോടൊന്ന് പറയാം. ശരിക്കും അഡ്വൈസുകളൊന്നും എടുക്കാതിരിക്കുക. ഈ കണ്ണി കണ്ട മോട്ടിവേഷണൽ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങരുത്. കാരണം ഈ പ്രശ്നം എന്താ വെച്ചാൽ കുറെ ഇതില് റിസ്ക് റിസ്ക് ആ ഒരു റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാരും പറയാം. റിസ്ക് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, റിസ്ക് ആണ് എല്ലാം എന്ന് പറയുന്നത്. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുക. റിസ്ക് ഷുഡ് ബി കാൽക്കുലേറ്റഡ്. നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫെയിലിയർ സംഭവിച്ചാൽ നിങ്ങളുടെ റിസ്ക് റേഷ്യോ എന്തുമാത്രമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്തുമാത്രം നിങ്ങൾ ഫെയിൽഡ് ആവുന്നു എന്നുള്ളൊരു ഇത് വേണം. എല്ലാരും പറയും, ഒരു കോട്ട് ഉണ്ട്, ടേക്ക് റിസ്ക്, ഇഫ് യു വിൻ യു വിൽ ബി ഹാപ്പി, ഇഫ് യു ലൂസ് യു വിൽ ബി വൈസ്. ഓക്കെ, വൈസ് ആവാനായിട്ടുള്ള കാൽക്കുലേഷൻ വേണം നമുക്ക്. എന്തുമാത്രം വൈസ് ആവാനുള്ള ഒരു ഇത് നമുക്ക് എന്ന് വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഒരു ബിസിനസ്സിലോട്ട് കുറെ പൈസ ഇറക്കി അതിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എപ്പോഴും പറയാനുള്ളത് നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ വേണം. ഓക്കെ, ഇപ്പം ഈ ചുമ്മാ ഇപ്പൊ കുറെ മോട്ടിവേഷൻ വീഡിയോ ഉണ്ട്, നമുക്ക് ഇങ്ങനെ പഠിക്കുന്ന ഡിഗ്രി ഒന്നും വേണ്ട, നേരെ അങ്ങ് ബിസിനസ് ചെയ്താൽ മതി. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇന്നോ നാളെ ഇതിനെന്തെങ്കിലും തട്ടുകട വന്നു കഴിഞ്ഞാൽ ഈ ഡിഗ്രി വെച്ച് നമുക്കൊരു ജോലിക്കോ നമ്മൾ സർവൈവ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ നാളെ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരു കാര്യം പൊട്ടിയെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ കറേജ് അല്ലെങ്കിൽ നമുക്കൊരു ധൈര്യം വേണം ഇത് ചെയ്യാൻ. അല്ല പേടിച്ച് പോയിട്ട് ഓക്കെ ഇന്ന മോട്ടിവേഷൻ വീഡിയോ പറഞ്ഞ് നമുക്ക് കുറേ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഒന്നും നോക്കണ്ട, ഒന്നും പോകാനില്ല എന്ന് പറഞ്ഞ രീതിയിൽ പോകരുത്. എപ്പോഴും അതിന് കാൽക്കുലേഷൻ. ഭയങ്കര കാൽക്കുലേറ്റഡ് അല്ലാത്ത റിസ്കുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു വന്ന പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തുടക്കത്തിൽ ചോദിച്ചാൽ നമ്മൾ സ്കാം ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിച്ച പോലെ. അപ്പൊ നമ്മൾ പെടാതിരുന്നത് എന്തോ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മുടെ കഴിവാണെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല, എന്തോ ഭാഗ്യം. അപ്പം അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക കാര്യങ്ങള്. ഇപ്പം അതിനെ മുൻകൂട്ടി കണ്ട് വേണം കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കമ്പനിയിൽ 1 year ഇത് ഡൗൺ പോയപ്പോൾ എൻ്റെ മനസ്സിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, എങ്ങനെ അതിനെ വീണ്ടും നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്. അല്ലാതെ ഡൗൺ പോയി മൈനസ് പോയി ഉടനെ ഞാൻ നിർത്തിയിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനല്ല. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക, എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും. അല്ല എപ്പോഴും പ്രോഫിറ്റ് മാത്രമല്ല ഒരു കമ്പനിക്ക്. ഒരു കമ്പനിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ മേളിലേക്ക് താഴേക്ക് മേളിലേക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കാണുന്ന പോലെ അത് അപ്പ് പോവും പിന്നെ ഡൗൺ വരും. അതെപ്പോഴും ഉള്ള കാര്യം തൊട്ട് പുറകിലുണ്ടായിരുന്ന അപ്പിനെക്കാട്ടും നെക്സ്റ്റ് അപ്പ് ഹയർ ആയിരിക്കും. അതിൽ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മുടെ ലോവേഴ്സിനെ കുറച്ചും കൂടെ അപ്പ് ആക്കിക്കൊണ്ട് അപ്സിനെ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുക. ഹയർ ഹൈ ലോവർ ഹൈ. അതെ, അത് തന്നെ. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കുക അതാണ് അതിന്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ ബിസിനസ്സിൽ ഒരിക്കലും പൈസ എന്ന് മാത്രം ഉദ്ദേശിച്ച് വരാതിരിക്കുക. ഞാനത് എന്റെ ചിന്താഗതി മാറിയത് അവിടെ നിന്നാണ്. ഇതൊരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് വരാവുള്ളൂ. അല്ല പൈസ ഉണ്ടാവും, ഇത് ചെയ്താലാണ് പൈസ ഉണ്ടാകുക. കാരണം ചില ആളുകളുണ്ട് ഈ പറയുന്ന പോലെ 9 to 5 ജോബ് ചെയ്യാനായിട്ട് പറ്റിയല്ല, എനിക്ക് സ്ട്രെസ് കാരണം എനിക്ക് ജോബ് പറ്റുന്നില്ല, എന്റെ ബിസിനസ് ആകുമ്പോൾ ഞാനാണല്ലോ എന്റെ ബിസിനസിന്റെ ബോസ് എന്ന് പറഞ്ഞ് ഇതിലോട്ട് വരുന്ന ആൾക്കുണ്ട്. 9 to 5 ജോബ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു 24/7 ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ഒരു 21ാമത് വയസ്സിലായിരിക്കും ജോലിക്ക് കയറുക. അതിൽ നിന്ന് നല്ലൊരു സാലറി കിട്ടും. ഒരു 10-30 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യും, അല്ലെ ഒരു 28 വയസ്സ് വരെ എല്ലാം ജോലി ചെയ്യും. അത്രയും ഉണ്ടായ അപ്പോൾ അന്നേരം കമ്പനി പ്രഷർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓക്കെ ഇനി ഇത് വിടാം, ഇനി ആ ഒരു ബിസിനസ് ചെയ്യാം, അപ്പോൾ എന്നെ ഭരിക്കാൻ ആരും ഇല്ല, ഞാനാണ് എല്ലാത്തിൻ്റെയും ബോസ് എന്നുള്ള രീതിയിൽ ആളുകൾ മൊത്തം അത്രയും സേവിങ്സ് കൊണ്ടുവന്നിട്ട് ഈ ബിസിനസ്സിലോട്ട് ഇറക്കും ഒന്നും അറിയാണ്ട്. എന്നിട്ട് പൊട്ടിപ്പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കമ്പനിയിലെ ഒരു ചെറിയ ഒരു അല്ലെ അവരുടെ തൊട്ട് മുകളിലുള്ള ഒരു ബോസിന്റെ പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരാൾ ഒരിക്കലും ബിസിനസ് വരരുത്. അവരൊരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ബോസ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ബിസിനസ് കഴിയുമ്പോൾ നമ്മൾക്ക് എത്ര ക്ലൈന്റ് ഉണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പ്രഷർ നമ്മുടെ തലയില. കാരണം 1ാം തീയതി ആകുമ്പം ജോലി ചെയ്യുന്ന ഒരാൾക്ക് സാലറി കിട്ടും. ബിസിനസ്സുകാരന് 1ാം തീയതി ആകുമ്പോഴാണ് ടെൻഷൻ കൂടുന്നത്. 10 ജോലിക്കാരുണ്ടെങ്കിൽ 10 ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പം അങ്ങനത്തെ ടെൻഷൻസ്, സ്ട്രെസ് കാര്യങ്ങളെ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ബിസിനസ്സിലോട്ട് വരിക, പൈസ ഉദ്ദേശിച്ച് വരാതിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ തന്നെ ആൾക്കാർ ഇപ്പോൾ ഇതിൽ വെക്കും
ഇവന്മാര് ഒരു സൈഡിൽ മാനുഫാക്ചറിങ്, ഒരു സൈഡ് വെൻഡിങ് മെഷീൻ, ഒരു സൈഡ് എക്സ്പോർട്ടിങ്. അപ്പൊ ഇവരെന്താ ശരിക്കും ചെയ്യുക? ഇത് നമുക്ക് ആ പ്രോസസ്സ് ഇഷ്ടമായാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പൊ നാളെ നമ്മൾ വേറെ നമ്മുടെ മനസ്സിൽ വേറെ പുതിയ പുതിയ കമ്പനീസ് തുടങ്ങാനുള്ള ഡിസ്കഷൻസ് ഉണ്ട്, അതിന്റെ ഐഡിയാസ് ഉണ്ട്. മേ ബി ഒരു 1 year കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് തുടങ്ങുമായിരിക്കും. ചിലപ്പോൾ 1 year എടുക്കത്തില്ല. ഐഡിയാസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സും കൊടുക്കുന്നുണ്ട്. നല്ല നമുക്ക് വർക്ക്ഔട്ട് ആവാൻ തോന്നുന്ന ഐഡിയാസ് ആയിട്ട് വരുന്ന ടെക് ഫീൽഡ് അല്ലാതെ നമ്മളിപ്പോ പറയുന്ന ടെക് ഫീൽഡ് അല്ലാതെ ആർക്കാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നല്ല ഐഡിയാസ്, നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സും കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് സെക്ടറിൽ വരുന്ന ഒരാൾക്ക് ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മൾ അതിനെയാണല്ലോ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പൊ അതിൽ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, ഹെൽപ്പ് ചെയ്യാൻ നമുക്കുണ്ട്, നമ്മൾ തയ്യാറാണ്. ഏഞ്ചൽ ഇൻവെസ്റ്റർ പോലെ അത് ചെറിയ ഒരു സീഡ് ഫണ്ട് കൊടുത്തുകൊണ്ട് അവരെ, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് റിസോഴ്സസ് ഉണ്ട്, നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഐഡിയാസിനെ മേളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനും അതിനുള്ള അവർക്ക് സോഴ്സിങ് ചെയ്യാനായിട്ടും അല്ലെ അവരുടെ പ്രോഡക്ട്സുകൾ ബെറ്റർ റേറ്റ്സിൽ സോഴ്സ് ചെയ്യാനായിട്ടും. കാരണം പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഈ പറയുന്ന പോലത്തെ നെറ്റ്വർക്ക് കാണണമെന്നില്ല. സോ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾ റെഡിയാണ്. കാരണം നമ്മൾ ഇപ്പം ഒരുപാട് നാൾ ബിസിനസ് നടത്തിയെന്ന് നമ്മൾ പറയുന്നത്, ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് ബാക്കിയുള്ള ഇതുപോലുള്ള യങ് ആയിട്ട് വരുന്ന ചെറിയ പിള്ളേർക്ക് കാര്യങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ നമ്മൾ അത് കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ടെക് ആയിരിക്കരുത്. എല്ലാവരും ടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ക്യൂ ആണ്. സോ മാത്രമല്ല വേറെ വെറൈറ്റി ഐഡിയാസ് എന്തെങ്കിലും കൊണ്ടുവന്നോ, ടെക് ആയിരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. മനസ്സിലായി. അപ്പൊ ആ പ്രോസസ് ഇഷ്ടം വേറെ ഒന്നും കൊണ്ടുവരത്തോ, ടെക്കിൽ ആൾക്കാരുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതെ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം. മനസ്സിലായി. ഇപ്പം മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മളൊരു ഇപ്പം ടെക്കിൽ തന്നെ മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ ഈ ഇപ്പൊ ഇവൻ പറഞ്ഞ റോബോട്ടിക് ആംസ് കാര്യങ്ങൾ, അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് വരും. അല്ലാണ്ടൊരു നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ഉണ്ട്, ഇതുപോലെ ഗവൺമെന്റ് പ്രൊജക്ടുകൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർ കൂടുതൽ വരണം. അതിന് നമ്മളെ നെറ്റ്വർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ അങ്ങനെ പല ഇതുപോലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഇതുപോലുള്ള നമ്മുടെ കോണ്ടാക്ട്സ് നമ്മൾ യൂസ് ചെയ്യാം അവർക്ക്. കാരണം അവരുടെ ഐഡിയ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് അവരുടെ പ്രോഡക്റ്റുകളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ഇനിയും തയ്യാറാണ്. ആളുകൾ ഇനിയും വരണം. ഈവൻ നമ്മളൊരു ഈ അടുത്ത് ചെയ്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, ഒരു ഹെർബൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ്. ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ ചെയ്ത ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. എന്ത് പ്രോഡക്റ്റ് ആണ് അത് നമ്മള് അല്ല അതായിട്ടില്ല, മനസ്സിലായി. സിമ്പിൾ ഒരു ഐഡിയ ആണ്, ആർക്കാണെങ്കിലും എപ്പോഴും എടുക്കാവുന്ന ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ആ പ്രോസസ് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ഇത് ചെയ്യാം, ഇതിലേക്ക് ഇറങ്ങാം, എന്നിട്ട് ബിൽഡ് ചെയ്യുക. പ്രോസസ് ഇഷ്ടപ്പെടുക, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൽക്കുലേറ്റഡ് റിസ്ക് ഷുഡ് ബി കാൽക്കുലേറ്റഡ്. മനസ്സിലായി. അതാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി ഒരു കോളേജൊക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിലോട്ട് വരാൻ പോകുന്ന ആളുകളോട് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഉള്ളത്. കാരണം നമ്മളും വലിയ എക്സ്പീരിയൻസ്, മുമ്പ് പറഞ്ഞാൽ നമ്മള് ഒരു 25-26 വയസ്സായവരാ. നമ്മൾ ഇത്ര നാളും ഇതിൽ നിന്ന് ഫേസ് ചെയ്ത സ്ട്രഗിൾസ് ആണ് നമ്മൾ പറയുന്നത്. മനസ്സിലായി. ഓക്കെ, നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അടിപൊളിയായി.